ഹലോ, എല്ലാവർക്കും മാസ്റ്റർ കീയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, CSEBയുടെ സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതുമായി അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും. നിങ്ങൾ നോട്ട് ചെയ്യുക. വരും പരീക്ഷിക്കുന്ന ഉറപ്പായിട്ടും എന്താണ് ഉപകാരപ്പെടും, ഉറപ്പ് കേട്ടോ. അപ്പം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു പോകുന്നു. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ സെഷൻസ് യൂസ് ചെയ്യുക. അടുത്ത പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾ വിജയിക്കുക കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കട്ടെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു ഡിസൈഡഡ് ഡിസ്പ്യൂട്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഇപ്പോൾ ഒരു സഹകരണ സംഘങ്ങളിൽ എന്നുണ്ടാകും ഉറപ്പാടും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും അല്ലെ. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കമാണ്. തർക്കങ്ങൾ തന്നെ പല രീതിയിലുണ്ട്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഈ ക്ലാസ് മുൻപോട്ട് പോകാം അല്ലേ. നമ്മുടെ ക്ലാസ്സിലെ തുടക്കം തന്നെ നോക്കുന്നുണ്ട്, തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ തർക്കങ്ങളെ കുറിച്ച് നമ്മൾ പൊതുവെ എന്താണ് അർത്ഥം? രണ്ടായിട്ട് നമ്മൾ തർക്കങ്ങളെ തരംതിരിക്കുന്നുണ്ട്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ചാപ്റ്റർ 9. നമുക്കറിയാം കേസസ് ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? ആക്ടിൽ 16 ചാപ്റ്റർ, റൂളിൽ 15 ചാപ്റ്റർ അല്ലേ. അതില് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ചാപ്റ്റർ 9 എവിടെ സെക്ഷൻസിൽ അല്ലെങ്കിൽ ആക്ടില് എന്താണ് പറയുക? സെക്ഷൻ 9ലാണ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് പറയുന്നത്. അവിടെ സെക്ഷൻ 69 മുതൽ 70B വരെയാണ് പറയുക. എവിടെ വരെയാണ് പറയുക? 69 മുതൽ 70B വരെ പറയുന്നത്. പിന്നെ റൂള്, അതിന്റെ തനത് റൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂള് 67, 68. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട്. നമുക്ക് ജസ്റ്റ് എന്താണ് പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊന്നും ഓടിച്ചു പോവാം. ആദ്യം പറയുന്നത് സെക്ഷൻ 69 പറയുന്നത് ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആൻഡ് രജിസ്ട്രാർ. അപ്പൊ അതന്നെ അറിയാം, ഹൂ ഡിസൈഡ് ഡിസ്പ്യൂട്ട്. ക്വസ്റ്റൻ ഇതാണ്. ഓപ്ഷൻ എയിൽ പറയുന്നു RCS, ഓപ്ഷൻ ബി പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി, ഓപ്ഷൻ സി പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആൻഡ് RCS, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദിസ്. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം കേട്ടോ. ആദ്യം തന്നെ മനസ്സിലാക്കണം, നമുക്ക് തർക്കങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, ഡിസ്പ്യൂട്ട് ഞാൻ ഡി എന്ന് മാത്രമേ കാണിക്കുന്നത്. ഡിസ്പ്യൂട്ടിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ നിങ്ങൾ വിശ്വാസം അത് ഏതൊക്കെയാണ്? ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ട്, ഒന്ന് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. എങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചത്? മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇതില് പണപരമായ തർക്കം, പണപരമല്ലാത്ത തർക്കം. നമുക്കറിയാം പണപരമായ തർക്കം കേസൊക്കെ ഫയൽ ചെയ്തത് അത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണ്, ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഒക്കെ വരികയാണെങ്കിൽ അത് പണപരമല്ല, അത് നോൺ മോണിറ്ററി ആണ്. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇപ്പൊ സെക്ഷൻ 69ലാണ് ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആൻഡ് രജിസ്ട്രാർ. അപ്പൊ തർക്കങ്ങൾ, അതായത് തർക്കങ്ങൾ തീരുമാനമെടുക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയും വരുന്നുണ്ട്, രജിസ്ട്രാറും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ തർക്കങ്ങളെ മോണിറ്ററി എന്നും നോൺ മോണിറ്ററി എന്നും തരംതിരിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ, സാമ്പത്തികപരമായിട്ടുള്ള ധനപരമായ തർക്കമാണെങ്കിൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് ആരാടെ? രജിസ്ട്രാർ ആണ്. എന്താണ്? മോണിറ്ററി ധനപരമായ തർക്കങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് രജിസ്ട്രാറും, നോൺ മോണിറ്ററി ധനപരമല്ലാത്ത കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി. ഒന്നാമത്തെ പോയിന്റ് പഠിക്കുക. എന്താ ഒന്നാമത്തെ പോയിന്റ്? തർക്കങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു, മോണിറ്ററി, നോൺ മോണിറ്ററി. അതിൽ മോണിറ്ററി ധനപരമായ തർക്കങ്ങളാണെങ്കിൽ അതിന്മേൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? രജിസ്ട്രാറും. നോൺ മോണിറ്ററി ആണെങ്കിൽ അതിന്മേൽ തീരുമാനമെടുക്കുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ്. അപ്പോൾ തർക്കങ്ങൾ പല രീതിയിൽ വരാം കേട്ടോ. അതായത് ഒരു സൊസൈറ്റിയുടെ ക്രെഡിറ്ററും സൊസൈറ്റിയും അവിടുത്തെ മെമ്പേഴ്സും സൊസൈറ്റിയും അവിടുത്തെ ജീവനക്കാരും പല രീതിയിൽ തർക്കങ്ങൾ വരാം. അതിലേക്കൊന്നും നമ്മൾ അത്ര വിശദമായിട്ട് ഇപ്പോൾ പോകണ്ട. തർക്കങ്ങളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, മോണിറ്ററി, നോൺ മോണിറ്ററി. മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർ, നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കാം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ നമ്മൾ എത്ര നാളുകൾക്കകം, ഇലക്ഷൻ നടന്ന് എത്ര ദിവസത്തിനകം നമ്മൾ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം നമ്മൾ പറയത്തില്ല, കള്ളയോട്ട് നടന്നു, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയത്തില്ലേ. പല തർക്കങ്ങൾ വരെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇലക്ഷന്റെ ഡേറ്റ് മുതൽ 1 മാസം, എന്നാണോ ഇലക്ഷൻ കഴിയുന്നത് അന്ന് മുതൽ 1 മാസത്തിനകമായിട്ട് നമ്മൾ ആ ഒരു ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണം. 30 days എന്നൊന്നും എഴുതിയേക്കില്ലേ. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഇലക്ഷൻ നടന്ന ദിവസം മുതൽ 1 മാസത്തിനകമായിട്ട് നമ്മൾ അത് ഫയൽ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? അത് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയല്ല. കാരണം ഇലക്ഷൻ ഡിസ്പ്യൂട്ട് പണപരമല്ല, നോൺ മോണിറ്ററിയാണ്.
അത് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ ഒരു മാസം വിതിൻ 1 month ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഇടയിൽ ഓർത്ത് വെക്കുക, ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഈ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ വിതിൻ 1 month കേട്ടോ, ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫയൽ ചെയ്യണം കേട്ടോ. ആരുടെ മുൻപാകെ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ. അപ്പം സെക്ഷൻ 69 പറയുന്നത് എന്താണ്? തർക്കങ്ങൾ 2 തരം, മോണിറ്ററി, നോൺ മോണിറ്ററി. മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാർ, നോൺ മോണിറ്ററി ആണെങ്കിൽ ആർബിട്രേഷൻ കോടതി. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഒരു മാസത്തിനാവാണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് ഫയൽ ചെയ്തിരിക്കണം. എന്നാൽ ഇനി നിങ്ങളോട് ചോദിക്കണം, മോണിറ്ററി ഡിസ്പ്യൂട്ട് എത്ര നാളുകൾക്കായിട്ട് ഫയൽ ചെയ്യണം? മോണിറ്ററി ഡിസ്പ്യൂട്ട് എത്ര നാളുകൾക്കായിട്ട് ഫയൽ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾ 3 അതിന്റെ ടൈം ലിമിറ്റ് പറയുന്നതാണ് പറയുക. ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് മെൻഷൻഡ് ഇൻ ഷെഡ്യൂൾ 3 അല്ലേ? ഷെഡ്യൂൾ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഷെഡ്യൂൾ 3 മെൻഷൻ ചെയ്തിട്ടുള്ള മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ നിങ്ങൾ ഓർത്താൽ മതി. ഇത്രയൊന്നും ഇല്ലടേ. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് 3 വർഷത്തിനകം ഫയൽ ചെയ്യണം. ഓക്കെ. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് 3 വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഷെഡ്യൂൾ 2 അതിന് മെൻഷൻ ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണ് ഇതിന് 1 month ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു തർക്കവുമായിട്ട് നമ്മൾ എവിടെ ചെല്ലുന്നു? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ മുൻപാകെ നമ്മൾ തർക്കവുമായി ബന്ധപ്പെട്ട് ചെല്ലുന്നു. സെക്ഷൻ 69 പ്രകാരം. ഓക്കെയാണ്. അപ്പൊ ഈ തർക്കത്തിലൊരു തീരുമാനം എടുക്കണ്ടേ അല്ലേ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആയിക്കോട്ടെ, രജിസ്ട്രാർ ആയിക്കോട്ടെ, തർക്കത്തിലൊരു തീരുമാനം എടുക്കണം. തീരുമാനം എടുക്കേണ്ടത് എത്ര നാളുകൾക്കകമായിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അമെന്റ്മെന്റിന് ശേഷം എന്താണ് വിശദമായിട്ട് തന്നെ പറഞ്ഞു. നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന അമെന്റ്മെന്റ് ബേസിലായിട്ടാണ് കേട്ടോ. സെക്ഷനിലെ അമെന്റ്മെന്റ് ബേസിലാണ്. റൂൾ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് അത് ചോദിക്കില്ല എന്ന് ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സെക്ഷന്റെ അമെന്റ്മെന്റ് നമ്മൾ ഓർത്തേക്കണം. ഓർക്കുക, സെക്ഷൻ 70 പ്രകാരമാണ് ഇതിന്മേൽ അവാർഡ് വിധി പ്രഖ്യാപിക്കുന്നത്. ഒരു കേസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിസ്പ്യൂട്ടിന്റെ അല്ലെ, അത് നമ്മുടെ മുൻപ് അതായത് റെഫർ ചെയ്ത് ഒരു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെയോ അല്ലെങ്കിൽ എന്താണ് രജിസ്ട്രാറിന്റെ മുൻപാകെ എത്തിക്കഴിഞ്ഞാൽ അവർ അതിന്മേൽ ഒരു വർഷത്തിനാവായിട്ട് തീരുമാനം വിതിൻ 1 year കേട്ടോ. അവരുടെ മുൻപാകെ, ഫോർ എക്സാമ്പിൾ ഞാൻ രജിസ്ട്രാറാണ്, എന്റെ മുൻപാകെ ഒരു മോണിറ്ററി കേസ് വന്നെങ്കിൽ കേസ് സ്വീകരിച്ച് ഒരു വർഷത്തിനാവായിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കണോടെ, ഞാൻ എന്ത് ചെയ്തിരിക്കണം, ഞാൻ അതിന്മേൽ വിധി പ്രഖ്യാപിക്കണം. അതിന്മേൽ അവാർഡ് ഇറക്കിയിട്ട് വിധി എന്നാ പറയുക കേട്ടോ. അതിന്മേൽ ഞാൻ വിധി പ്രഖ്യാപിക്കണം. രജിസ്ട്രാർ ആണെങ്കിൽ ശരി, ആർബിട്രേഷൻ കോടതി ആണെങ്കിലും ശരി. ഓക്കെ. ഇനി രജിസ്ട്രാറിന്റെ ആർബിട്രേഷൻ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിനെതിരെ നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ അപ്പീലിന് പോകുമെന്ന് ഓർത്ത് വെച്ചേക്കാം. സെക്ഷൻ 82 പ്രകാരം. ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. കണക്ട് ചെയ്ത് പഠിക്കും. തൽക്കാലം ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? 69 പറഞ്ഞു ഡിസ്പ്യൂട്ട്, 70 അതിന്റെ വിധി പ്രഖ്യാപിക്കുന്നു. പിന്നെ 69 എന്താണ് ഇടയിൽ വരുന്നത്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 70 കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ. അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഉള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്യൂട്ട് തർക്കങ്ങൾ പരിഹാരം കണ്ടെത്തുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ഓർ രജിസ്ട്രാർ കേട്ടോ. ഓക്കെ. 70 പ്രകാരമാണ് ഇവര് വിധി പ്രഖ്യാപിക്കുന്നതെന്നും ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേടെ? എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടുത്തെ ആൻസർ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആൻഡ് RCS ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ട നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഡിസ്പോസസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അറ്റ ലാഭം, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും, എല്ലാം കഴിഞ്ഞിട്ടുള്ള അറ്റ ലാഭം, അതാരാണ് ഡിസ്പോസ് ഓഫ് ചെയ്യുക? ദാറ്റ് മീൻസ് വിഭജിച്ച് നൽകുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രമല്ല, ഇതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുകയും ചെയ്യണം. അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഒരുപാട് തവണ ചോദിക്കും, കോപ്പറേറ്റീവ് എന്താണ്? നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം. പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ? പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഈ കാര്യങ്ങളൊക്കെ വരിക. ചാപ്റ്റർ 7, 7ാമത്തെ ചാപ്റ്ററിലാണ് ഈ കാര്യങ്ങൾ വരിക. സെക്ഷൻ 55 മുതൽ 62 വരെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 55 പറയുന്നത് എന്താണ്? ഫണ്ട് നോട്ട് ടു ബി ഡിവൈഡഡ്. ഏത് ഫണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? രണ്ടാമത് 56 പറയുന്നതാണ് എന്താണ്? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റോട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56. സെക്ഷൻ 56ലാണ് പറയുന്നത് കേട്ടോ. സെക്ഷൻ 56ലാണ് നെറ്റ് പ്രോഫിറ്റിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഓപ്ഷൻ എയിൽ പറഞ്ഞു മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി പറഞ്ഞു രജിസ്ട്രാർ, ഓപ്ഷൻ സി പറഞ്ഞു ജനറൽ ബോഡി, ഓപ്ഷൻ ഡി പറഞ്ഞു സെക്രട്ടറി. അപ്പൊ ഇതിൽ ആരാണ് നെറ്റ് പ്രോഫിറ്റ് വിഭജിച്ച് നൽകുന്നത്? ഒരു സഹകരണ സംഘത്തിന് നെറ്റ് പ്രോഫിറ്റ് വിഭജിച്ച്, മാനേജിംഗ് കമ്മിറ്റി ആണോ, രജിസ്ട്രാർ ആണോ, സെക്രട്ടറി ആണോ, ജനറൽ ബോഡി ആണോ? ആരാണ്? ജനറൽ ബോഡിയാണ്. ആരാടെ? ജനറൽ ബോഡിയാണ്. ഒരു സംഘത്തിന് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് നൽകുന്നത്, വിഭജിച്ച് നൽകുന്നത് ജനറൽ ബോഡിയാണ്. സെക്ഷൻ 56ലാണ് പറയുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പൊ അതിൽ തന്നെ
സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും നോൺ സ്റ്റാറ്റ്യൂട്ടറി ഒക്കെ ആയിട്ട് കുറെ ഫണ്ടുകൾ നമ്മൾ വക മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഈ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റിന്റെ കൂടെ പറഞ്ഞു പോവാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൽ ആദ്യം പറയുന്നുണ്ട് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ആൻ എമൗണ്ട് നോട്ട് ബി ലെസ് ദാൻ 15% ടു ദി റിസർവ് ഫണ്ട്. ഇപ്പൊ സംഘത്തിന്റെ കരുതൽ ധനം അല്ലെങ്കിൽ റിസർവ് ഫണ്ട് ഉണ്ട് അല്ലെ, റിസർവ് ഫണ്ടിലേക്ക് എത്ര ശതമാനം വക മാറ്റണം? എല്ലാവരും ഒറ്റടി സാറേ 15% മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ 15 എന്ന് പറയല്ലോ കേട്ടോ, അത് തെറ്റാണ്. നോട്ട് ലെസ് ദാൻ 15, നോട്ട് ലെസ് ദാൻ 15, നോട്ട് ലെസ് ദാൻ 15, 15% കുറയാത്ത ഒരു തുക മനസ്സിലാക്കണം. 15% കുറയാത്ത ഒരു തുക എന്ത് ചെയ്യണം? നമ്മള് റിസർവ് ഫണ്ടിലേക്ക് വക മാറ്റണം. എങ്ങോട്ട് വക മാറ്റണം? റിസർവ് ഫണ്ട്. 15 പഠിക്കല്ലേ, 15% കുറയരുത്. 15% കുറയാത്ത ഒരു തുകയാണ് നമ്മൾ സംഘത്തിന്റെ കരുതൽ ധനം റിസർവ് ഫണ്ടിലേക്ക് നമ്മൾ മാറ്റണം, വക മാറ്റണം, ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. രണ്ടാമത് പറയുന്നുണ്ട് എന്താണ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ഫണ്ട് വക മാറ്റണം. ആദ്യം പറഞ്ഞ അവിടെ റിസർവ് ഫണ്ട് നോട്ട് ലെസ് ദാൻ 15% എങ്കിൽ എഡ്യൂക്കേഷൻ ഫണ്ട് അല്ലെ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ പഠിക്കണം കേട്ടോ. 56 അല്ലെ 56 സബ്സെക്ഷൻ 1 ക്ലോസ് എ അവിടെയാണ് റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നതെങ്കിൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസ് ബിയിലാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് കുറിച്ച് പറയുന്നത്. അവിടെ പറഞ്ഞ നോട്ട് എക്സീഡിങ് 5% അല്ലെ, 5% കൂടാൻ പാടില്ല. അപ്പൊ അതിന്റെ റൂളിലാണ് ഇച്ചിരി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അതിന്റെ തനത് റൂളിലാണ് ഇച്ചിരി കൂടെ പ്രോപ്പർ ആയിട്ട് പറയുന്നത്. എവിടെയാണ് അതിന്റെ റൂൾ എവിടെയാണ്? ഒന്ന് ആലോചിച്ച്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട റൂൾ 53 പറയുന്നുണ്ട് 5% അല്ലെ, 5% കാൽക്കുലേറ്റ് ചെയ്തിട്ട് മിനിമം 2000, മാക്സിമം 60,000. 2000 കുറയാനും പാടില്ല, 60 കൂടുതലും വേണം. ഇപ്പൊ നമ്മൾ 5% കൂടുമ്പോൾ 1.5 ലക്ഷം രൂപ വരികയാണെങ്കിൽ 60 കൊടുത്താൽ മതി. ഇപ്പൊ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 300 ആണെങ്കിൽ 2000, മിനിമം 2000 രൂപ, മാക്സിമം ഓഫ് എത്രയാണ് 60,000 സബ്ജക്ട് ടു 5% ആണ് നോക്കുക. 5% കാൽക്കുലേറ്റ് ചെയ്തിട്ട് മിനിമം 2000 കൊടുക്കേണ്ടി വരും. നമ്മൾ 5% കാൽക്കുലേറ്റ് ചെയ്യും 300 വന്നുള്ളൂ, പക്ഷേ 2000 കൊടുക്കണം. ഇനി 5% നോക്കിയപ്പോൾ 60 മുകളിൽ വരുന്നത് 60 കൊടുത്താൽ മതി. ഇനി 5% നോക്കി 50,000 വന്നു, 50 കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു 5% സബ്ജക്ട് ടു എ മിനിമം ഓഫ് 2,000 ടു എ മാക്സിമം ഓഫ് 60,000. നിങ്ങൾ പഠിച്ചു, കുഴപ്പമൊന്നുമില്ല. അടുത്തത് മൂന്നാമതായിട്ട് പറയുകയാണ് എന്താണ്, 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു ദ മെമ്പർ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, അംഗസമാശ്വാസ നിധി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ഇപ്പൊ മെമ്പർ റിലീഫ് ഫണ്ടിലേക്കും വക മാറ്റണം എന്ന് പറഞ്ഞു. മെമ്പർ റിലീഫ് ഫണ്ടിൽ 10% വക മാറ്റണം. മാക്സിമം എത്രയാണ്? മാക്സിമം അത് പറഞ്ഞ റൂൾ 53A റൂൾ 53A പറയുക. മെമ്പർ റിലീഫ് ഫണ്ട് മാക്സിമം എത്ര? 1 ലക്ഷം രൂപ വരെ കൊടുത്താൽ മതി. ഇനി ഒന്നിനോട് അവിടെ പറഞ്ഞു പോകാം കേട്ടോ. ഇപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെമ്പർ റിലീഫ് ഫണ്ട് ആയിക്കോട്ടെ, ഇതൊക്കെ 2 മാസം നമുക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനകമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അടച്ചു കൊടുക്കണം, അയച്ചു കൊടുക്കുന്നതല്ല, നമ്മൾ 2 മാസത്തിനകമായിട്ട് ഇതൊക്കെ പേ ചെയ്യണം. അത് ഒന്ന് ഓർത്ത് വെച്ച് കേട്ടോ. 2 മാസത്തിനകമായിട്ട് 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നമ്മുടെ സംഘത്തിലേക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ നമ്മൾ ഇതൊക്കെ കൊടുക്കണം. എന്ത് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഫണ്ട് ആയിക്കോട്ടെ. ഇപ്പൊ എഡ്യൂക്കേഷൻ ഫണ്ട് 2 മാസത്തിനകമായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ 8% പീനൽ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, പിഴപ്പലിശ എന്നൊക്കെ പറഞ്ഞില്ലേ, 8% പെനാൽറ്റി അടയ്ക്കണം. ആരടയ്ക്കണം എന്ന് ചോദിച്ചാൽ സംഘത്തിലെ സെക്രട്ടറി അടയ്ക്കണം. അപ്പൊ എഡ്യൂക്കേഷൻ ഫണ്ടിനെ ഞാൻ എഡ്യൂക്കേഷൻ ഫണ്ട് എന്നാക്കി 8% എന്നാക്കി. എഡ്യൂക്കേഷൻ 8 പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. 8% പെനാൽറ്റി, അതായത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി 2 മാസമായിട്ട് ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആയിക്കോട്ടെ മെമ്പർ റിലീഫ് ഫണ്ട് ആയിക്കോട്ടെ ഇത് നമ്മൾ അടയ്ക്കണം. ഈ 2 മാസമായിട്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പെനാൽറ്റി അടയ്ക്കുക. അപ്പൊ എഡ്യൂക്കേഷൻ ആക്കിയാൽ 8% പെനാൽറ്റി അടയ്ക്കണം. ഇനി മെമ്പർ എന്നുള്ളതിന് ഞാൻ എന്താണ്, മെമ്പർ റിലീഫ് ഫണ്ടിനെ ഞാൻ അവസാനത്തെ 6 സ്ട്രെസ് ചെയ്തു. മെമ്പർ 6% അടയ്ക്കണം. എന്തടയ്ക്കണം? പീനൽ ഇൻട്രസ്റ്റ്. 2 മാസമായിട്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പീനൽ ഇൻട്രസ്റ്റ് സംഘത്തിന്റെ സെക്രട്ടറി അടയ്ക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മെമ്പർ റിലീഫ് ഫണ്ട് 10% നോക്കുക, മാക്സിമം 1 ലക്ഷം രൂപ. 10% നോക്കുമ്പോൾ 1.5 വരികയാണെങ്കിൽ എത്ര? 1 കൊടുത്താൽ മതി. മിനിമം പറയുന്നില്ല. മെമ്പർ റിലീഫ് ഫണ്ടിന്റെ മാക്സിമം 1 ലക്ഷം രൂപയായിട്ട് അവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും പറയുന്നുണ്ട് അമെന്റ്മെന്റിൽ കൂടെ എന്താണ്, നമ്മൾ 56(1) കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, 56(2) പറയുന്നുണ്ട്. 56(2) പറഞ്ഞൊരു സംഭവമായിരുന്നു എന്താ പറയുക, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ട് അല്ലേ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൊ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കസ്റ്റോഡിയൻ ആരാണ്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ രജിസ്ട്രാർ. അതിനെ ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ആക്കി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, ആ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% അവിടെ ലിമിറ്റ് പറയുന്നില്ല.
എത്രയാണോ വരുന്നത് ആ 5% എന്താണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നമ്മൾ അടയ്ക്കണം. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയില്ലേ? ഇനി പറയുകയാണ് ഇതിനൊക്കെ ശേഷം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഉറപ്പായിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ മാറ്റിയിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പാക്സ് വരുമ്പോൾ അവർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്കും പൈസ 7% മാറണം കേട്ടോ. അതോടെ ഓർത്തേക്കണം. പാക്സ് വരുമ്പോൾ അവർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് 7% മാറ്റണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും പറയാണ് ബാക്കി ഫണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നാമത് പറയുന്നുണ്ട് എന്താണ് ഡിവിഡൻഡ് അല്ല, മെമ്പേഴ്സിന് ഡിവിഡൻഡ് നൽകാം, ലാഭവിഹിതം നൽകാം. ആ ലാഭവിഹിതത്തെ അവിടെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എന്നാണ് 25% കൂടാൻ പറ്റില്ല. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 25% കൂടാൻ പാടില്ല. എന്ത് ലാഭവിഹിതം, അതിന് ഡിവിഡൻഡ് കേട്ടോ. 25% കൂടാൻ പാടില്ല ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡ് ഓർത്ത് വെച്ച്. പിന്നെ മെമ്പർമാർക്ക് ബോണസ് കൊടുക്കാം. ഓക്കെ, മെമ്പർമാർക്ക് ബോണസ് 20% വരെ വേണമെങ്കിൽ ബോണസ് കൊടുക്കാം. ഓർക്കണം, മെമ്പർമാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട് പാക്സ് ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് 7% കൊടുക്കണം. പിന്നെന്താണ് ഡൊണേഷൻസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഡൊണേഷൻ കൊടുക്കാം. 10% കൂടാതെ ഡൊണേഷൻ കൊടുക്കാം. അതെല്ലാത്തിനും അല്ല, ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പറഞ്ഞിട്ടുള്ള സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മാത്രമേ ഡൊണേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ ഒരു സാറേ എനിക്ക് കുറച്ച് പൈസ തരണേ, അതിന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നാലല്ല. ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ടിലെ സെക്ഷൻ 2 കുറെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ചാരിറ്റബിൾ പർപ്പസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് സെൻട്രൽ ആക്ട് ആണ്. 1890 1890 അതിന്റെ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് നമുക്ക് ഇത്രയൊക്കെ കൊടുത്തതിന് ശേഷം ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബൈലോ പ്രകാരം ആക്ട് റൂളിന് എന്താണ് വിധേയപ്പെട്ടുകൊണ്ട് ബൈലോ പ്രകാരം നമുക്ക് എന്തിനു വേണം കൊടുക്കാം. ഒരു കാര്യത്തിന് മാത്രം കൊടുക്കാൻ പാടില്ല. ആ ഒരു കാര്യം എന്താ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു കാര്യത്തിന് മാത്രം ഈ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ഒഴികെ ബാക്കി എന്ത് കാര്യങ്ങൾക്കും ബൈലോ പ്രകാരം കൊടുക്കാം, അല്ലെങ്കിൽ ആക്ട് റൂളിന് വിധേയപ്പെട്ട് കൊടുക്കാം. അതിന് വിരുദ്ധമായിട്ട് കൊടുക്കാൻ പാടില്ല. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ആ ഒരു കാര്യമാണ് എന്ത്, ജീവനക്കാർക്ക് ബോണസ് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാക്കണം. അംഗങ്ങൾക്ക് ബോണസ് കൊടുക്കാം, എന്നാൽ ജീവനക്കാർക്ക് ബോണസ് കൊടുക്കാൻ ഒരിക്കലും സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അത് എടുത്തിവിടെ പറയുന്നുണ്ട്. ജീവനക്കാർക്ക് ബോണസ് കൊടുക്കാൻ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. പക്ഷെ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ബോണസ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ പ്രോഫിറ്റിലായ സംഘമാണെങ്കിൽ 16,800 രൂപയൊക്കെ സംഘത്തിലെ ജീവനക്കാർക്ക് ബോണസ് കിട്ടും. പ്രോഫിറ്റിലാണെങ്കിൽ. ലോസിനാണെങ്കിൽ 7,000 11,000 ആ റേഞ്ചിലാണ്. 7,000 ഒക്കെ ആയിരിക്കും കിട്ടുക എന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പോയിന്റോട് പറഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ വിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആ ഒരു കാര്യം ഇതാണ്, ഞാൻ പറഞ്ഞു സാധാരണ എ ക്ലാസ് മെമ്പേഴ്സിന് മാത്രമേ എന്തിനുള്ള അർഹതയുള്ളൂ, ഡിവിഡൻഡിനുള്ള അർഹതയുള്ളൂ. വോട്ടവകാശമുള്ള മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ ഡിവിഡൻഡ് ലാഭവിഹിതത്തിനുള്ള അവകാശമുള്ളൂ. എന്നാൽ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പേഴ്സ്, നോമിനൽ മെമ്പറിന് ഡിവിഡൻഡ് നൽകുന്ന ഒരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ പേരാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ എ ക്ലാസ് മെമ്പേഴ്സിന് മാത്രമല്ല, നോമിനൽ അസോസിയേറ്റ് മെമ്പറിനും അവിടെ ലാഭവിഹിതം ലഭിക്കുമെന്ന് ഓർത്ത് വെക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ നോക്കിയ സെക്ഷൻ 56 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുക. അപ്പം സംഘത്തിലെ ജനറൽ ബോഡിയാണ് അവിടെ ലാഭം വീതിച്ച് നൽകുക. ഇനി ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ. ഓരോന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഓർക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് തുടങ്ങിയ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവുകൾ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഓഡിറ്ററാണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ നമ്മളത് ജനറൽ ബോഡി എന്ന് പറയരുത്. സ്റ്റാറ്റ്യൂട്ട് ഇപ്പോൾ റിസർവ് ഫണ്ട് ഇത്ര രൂപയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഫണ്ട് ഇത്ര രൂപയാണെന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്, അത് ഓഡിറ്റർ ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. PSPF പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, മലയാളത്തിൽ മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് പറയും. മലയാളത്തിൽ എന്തെന്ന് പറയും? മുഖ്യ പങ്കാളിത്ത ഫണ്ട്. അപ്പൊ മുഖ്യ പങ്കാളിത്ത ഫണ്ട് അല്ലെങ്കിൽ PSPF പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എയിൽ പറയാണ് ഗവൺമെന്റ്, ഓപ്ഷൻ ബി പറയാണ് രജിസ്ട്രാർ, ഓപ്ഷൻ സി പറയുന്നതാണ് അപ്പെക്സ് സംഘം, ഓപ്ഷൻ ഡി പറയാണ് ആ സെൻട്രൽ സൊസൈറ്റി. ആരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക? ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. സെക്ഷൻ 42 മുതൽ 54 വരെ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയും അല്ലേ. ചാപ്റ്റർ 6 സ്റ്റേറ്റ് എയ്ഡ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ സഹായങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് നോക്കിയാലോ, പെട്ടെന്ന് ഓടിച്ച് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അല്ലെ. എന്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്? മുഖ്യ പങ്കാളിത്ത ഫണ്ടാണ്. അപ്പൊ സെക്ഷൻ 42 മുതൽ 54 വരെയാണ് ആ ഒരു
വകുപ്പുകളിൽ പറയുന്നത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സഹകരണ സംഘങ്ങളെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്നത്. സെക്ഷൻ 42 to 54 ചാപ്റ്റർ 6, ചാപ്റ്ററിന്റെ പേര് സ്റ്റേറ്റ് എയ്ഡ് എന്നാണ്. ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ സെക്ഷൻ 42 ഇപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ആ പോയിന്റ്സുകളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി നോക്കാം. ഇപ്പൊ പറയാണ് സെക്ഷൻ 42 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ്. ഒരു സഹകരണ സംഘത്തില് ഗവൺമെന്റിന് എങ്ങനെ നേരിട്ട് പങ്കാളിയാവാം, ഗവൺമെന്റിന് എങ്ങനെ നേരിട്ട് പങ്കാളിയാകാം. എങ്ങനെ നേരിട്ട് പങ്കാളിയാകുന്നത്? ഡയറക്റ്റ് പാർട്ണർഷിപ്പ് സെക്ഷൻ 42 പറയുന്നുണ്ട്. ഗവൺമെന്റിന് നേരിട്ട് ഒരു സംഘത്തിന്റെ ഷെയർ ക്യാപിറ്റൽ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് അവിടുത്തെ നേരിട്ടുള്ള പങ്കാളിയായി, ഡയറക്റ്റ് പാർട്ണറായി. എവിടെ? വകുപ്പ് 42. ഡയറക്റ്റ് പാർട്ണർ എന്ന് പറയുന്നത് അർത്ഥമാകാം നേരിട്ട് പോയിട്ട് ഒരു സംഘത്തിന്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ? അങ്ങനെയൊക്കെ ഗവൺമെന്റ് അവിടുത്തെ ഡയറക്റ്റിന് പങ്കാളിയായി, നേരിട്ടുള്ള പങ്കാളിയായി. അപ്പോൾ ഓർത്ത് വെച്ചാൽ ഗവൺമെന്റിന് മറ്റ് സാധാരണക്കാർക്ക്, സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് നൽകുന്ന അതേ ഡിവിഡൻഡ് തന്നെ ഇവിടെ ഗവൺമെന്റിന് ലഭ്യമാകുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഗവൺമെന്റ് ആണ്, എനിക്ക് കൂടുതൽ ലാഭവിഹിതം വേണമെന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റിന് സാധാരണക്കാരന് എത്രയാണോ കൊടുക്കുക അത്ര തന്നെയായിരിക്കും ഗവൺമെന്റിന്റെ ഇവിടുത്തെ ലാഭവിഹിതം എന്ന് ഓർത്ത് വെച്ചേക്കുക. 42 ഞാൻ ഈ പറഞ്ഞത്. 42. ഇനി 43 പറയുന്നത് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? 42 അല്ലേ? 42 എന്താ പറയുക? ഇത് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ്. ഇത് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? അവിടെ സംഘങ്ങളിൽ പോയിട്ട് ഗവൺമെന്റ് ഒരു സൊസൈറ്റിയുടെ ഷെയർ നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിനെ ഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയും. ഇനി സെക്ഷൻ 43 പറയുന്നത് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? ഗവൺമെന്റ് ഇത് ഒരു സംഘം അല്ലെ? ഗവൺമെന്റ് മറ്റൊരു സംഘത്തിനെ കൊണ്ട് ഒരു ഇടനില പോലൊരു ഇതൊരു അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട്, എനിക്ക് അപ്പെക്സ് സംഘത്തിന് ക്യാഷ് കൊടുത്തുകൊണ്ട് അപ്പെക്സ് സംഘത്തിനെ കൊണ്ട് മറ്റേ സൊസൈറ്റിയുടെ ഷെയർ മേടിപ്പിക്കുന്നു. ഇതിനെയാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുക. അതായത് ഗവൺമെന്റ് ചെയ്യുകയാണ്, അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നു അല്ലെ? ഗവൺമെന്റ് മറ്റൊരു സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് ആ സംഘത്തിനെ കൊണ്ട് വേറെ സംഘങ്ങൾ ഷെയർ മേടിപ്പിക്കുന്നു. ഇതിനെ നമ്മൾ നേരിട്ടല്ലാത്ത പങ്കാളിയാകുന്നു, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് മേടിക്കുന്നു, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് മേടിപ്പിക്കുന്നു. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു മിഡിലായിട്ട് അല്ലെ, നടുക്കണ്ടമായിട്ട് ഒരാൾ വരുന്നുണ്ട്, അപ്പെക്സ് സംഘമാണ് വരിക. 42 ഞാൻ പഠിപ്പിച്ചു, 43 പഠിപ്പിച്ചു, ഇനി 44 പഠിക്കാൻ പോവാണ്. 44 ഈ ഒരു സംഭവം, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. എന്താണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അഥവാ മുഖ്യ പങ്കാളിത്ത ഫണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ പറഞ്ഞില്ല, 42 പ്രകാരം ഗവൺമെന്റ് നേരിട്ട് മേടിക്കുന്നു, 43 പ്രകാരം ഗവൺമെന്റ് ഒരു മറ്റൊരു സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട്, ഇപ്പൊ ഈ അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് ഈ അപ്പെക്സ് സംഘത്തിനെ കൊണ്ട് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കുന്നത്. അതായത് ഒരു സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് ആ സംഘത്തിനെ കൊണ്ട് മറ്റു സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കുന്നതാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 43 പ്രകാരം എന്ത് ചെയ്യണം? ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നില്ലേ, എന്നിട്ട് അപ്പെക്സ് സംഘത്തിനെ കൊണ്ടല്ലേ മറ്റു സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കുക അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ അപ്പെക്സ് സംഘം, അതായത് ഗവൺമെന്റ് നൽകുന്ന പണം കൊണ്ട് അപ്പെക്സ് സംഘം ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സെക്ഷൻ 44 പ്രകാരം, 42 ഡയറക്റ്റ്, 43 ഇൻഡയറക്റ്റ്. 44 പ്രകാരം എന്താണ്? ഗവൺമെന്റ് നൽകിയ പണം കൊണ്ട്, 43 പ്രകാരം ഗവൺമെന്റ് അപ്പെക്സിന് പൈസ കൊടുക്കുന്നേക്ക് ഇവിടെ ഞാൻ വരച്ച് കാണിക്കാം. 43 പ്രകാരം ഗവൺമെന്റ് ഈ അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നു അല്ലെ? ഈ പൈസ കൊണ്ട് അപ്പെക്സ് സംഘം ഇവിടെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യ പങ്കാളിത്ത ഫണ്ട്. ഇപ്പൊ നോക്കിയാൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അപ്പോൾ അതിന്റെ ആൻസർ അപ്പെക്സ് സംഘമായിട്ട് വരും അല്ലെ? അപ്പെക്സ് സംഘമാണ്. ഇപ്പൊ എന്താണ് ഒരു അപ്പെക്സ് സംഘം? അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പെക്സ് സംഘം നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പെക്സ് സംഘം സെക്ഷൻ 2A അല്ലേ ഡിഫൈൻ ചെയ്യുക. അപ്പെക്സ് സംഘം 3 കണ്ടീഷൻ പാലിച്ചാൽ ഒരു സംഘം അപ്പെക്സ് ആയി. കണ്ടീഷൻ നമ്പർ 1, ആ ഒരു സംഘത്തിന്റെ പ്രവർത്തന പരിധി സംസ്ഥാനം ഒട്ടാകെ വരികയാണെങ്കിൽ അതിനെ അപ്പെക്സ് സംഘം എന്ന് പറയാം. എന്താണ്? സംഘത്തിന്റെ പ്രവർത്തന പരിധി ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആകുമ്പോൾ അത് അപ്പെക്സ് സംഘമായി. പിന്നെ അപ്പെക്സ് സംഘത്തിലെ മെമ്പേഴ്സ് ആരാണ്? ഒരേ സ്വഭാവമുള്ള മറ്റ് സംഘങ്ങളായിരിക്കും അപ്പെക്സ് സംഘത്തിലെ അംഗങ്ങൾ. ഒരേ സ്വഭാവമുള്ള മറ്റ് സൊസൈറ്റീസ് ആയിരിക്കും അപ്പെക്സ് സംഘത്തിന്റെ അംഗങ്ങൾ. അവിടെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല, മറ്റ് സംഘങ്ങളായിരിക്കും. പിന്നെന്താണ്? ഒരു സംഘം അപ്പെക്സ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 2A പ്രകാരം. പിന്നെ അപ്പെക്സ് സംഘത്തിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത് കേരള PSC ആണെന്ന് ഓർത്ത് വെച്ചിരിക്കും. കേരള ബാങ്ക്, KS കാർഡ്, മാർക്കറ്റ് ഫണ്ട് ഒക്കെ അപ്പെക്സ് ലെവലിൽ വരുന്നതല്ലേ, കേര ഫണ്ട്. ഓക്കെ, അപ്പം അപ്പെക്സ് സംഘം ഗവൺമെന്റ് നൽകുന്ന പണം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പിന്നെ ഓർത്ത് നോക്കണം, ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈ അപ്പെക്സ് സംഘത്തിന് 3 കാര്യത്തിന് മാത്രമേ വിനിയോഗിക്കാൻ പറ്റുള്ളൂ. 3 കാര്യങ്ങൾക്ക് മാത്രമേ വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് പറയണം. ഒന്നാമത് പറയാണ്,
എന്താണ് മറ്റ് സംഘം, ഈ അപ്പക്സ് സംഘം എന്ത് ചെയ്യാണ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തത്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് 3 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ അതിന്റെ വിനിയോഗം, യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാം. അപ്പോൾ അപ്പക്സ് സംഘത്തിന് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാം. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പക്സ് സംഘം അല്ലേ, അവരുടെ തൊട്ട് താഴെ ഒരു സെൻട്രൽ സംഘമുണ്ട്, സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം കേട്ടോ. അതായത് ഒന്നാമത്തെ ഞാൻ പഠിപ്പിച്ചു. ഇനി രണ്ടാമത്തെ അവർ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഒന്നാമതെന്ന് പറഞ്ഞാൽ മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കുന്നത്. രണ്ടാമത് എന്താണ്, ഈ അപ്പക്സ് സംഘത്തിന് താഴെ ഒരു സെൻട്രൽ സൊസൈറ്റി ഉണ്ട് അല്ലേ, ആ സെൻട്രൽ സംഘത്തിന് പൈസ കൊടുക്കുക. എന്തിനു വേണ്ടി, പ്രൈമറി സംഘത്തിന്റെ ഷെയർ നിങ്ങൾ മേടിച്ചോടെ അല്ലേ, പ്രൈമറി സംഘത്തിന്റെ ഷെയർ നിങ്ങൾ മേടിച്ചോടെ എന്നും പറഞ്ഞ് സെൻട്രൽ സംഘത്തിന് അപ്പക്സ് സംഘം പൈസ കൊടുക്കാം. അതാണ് രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തെ ഈ ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന് എന്തെങ്കിലും പൈസ തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാം. എനിക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, നിങ്ങൾ ഈ 3 ഉപയോഗങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് 3 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. സെക്ഷൻ 44 പ്രകാരമാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പക്സ് സംഘമാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് നൽകിയ പണം കൊണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അപ്പക്സ് സംഘം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർത്തേക്കുക. പിന്നെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ നിർത്തിയേക്കാം. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അപ്പക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് കുറച്ച് തുക താഴെയുള്ള സെൻട്രൽ സംഘത്തിന് കൊടുത്തു, പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ പണം കൊണ്ട് സെൻട്രൽ സംഘം രൂപീകരിക്കുന്ന ഫണ്ടിനെയാണ് എന്തെന്ന് പറയുക, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുക. അത് അവർക്ക് സെൻട്രൽ സംഘം 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിക്കാനും. 2, അപ്പക്സ് സംഘത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ. പിന്നെ 46 പറയുന്നുണ്ട് ഇങ്ങനെ എന്താണ്, ഷെയർ ഒക്കെ മേടിക്കുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് അപ്പക്സ് സംഘം ഒരു ഷെയർ മേടിക്കുമ്പോൾ അവിടെ ഗവൺമെന്റിന്റെ അനുമതി വേണം. അതുപോലെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ സംഘം മറ്റൊരു പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കുമ്പോൾ അവിടെ ഗവൺമെന്റിന്റെ അനുമതി വേണം എന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ 47 പറഞ്ഞു ലയബിലിറ്റി, എത്രത്തോളം ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ആയിരിക്കും ലയബിലിറ്റി. പിന്നെ 48 പറഞ്ഞ റെസ്ട്രിക്ഷൻ ഓൺ ഡിവിഡൻഡ്, സാധാരണക്കാർക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ അപ്പക്സ് സംഘത്തിനും സെൻട്രൽ സംഘത്തിനും ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. 49 എന്ന് പറയുന്നത് ഇൻഡെമിനിറ്റി എന്ന് പറയും, നഷ്ടോത്തരവാദി. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെ. ഇപ്പം അപ്പക്സ് സംഘം ഒരു സംഘത്തിന്റെ ഷെയർ മേടിച്ചു, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് മറ്റൊരു സംഘത്തിന്റെ ഷെയർ മേടിച്ചു. ആ സംഘം എന്താണ്, വൈൻഡപ്പായി പോയി, പൊട്ടിപ്പോയി, എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എന്താണ്, അപ്പക്സ് സംഘത്തിനല്ല, അത് ഗവൺമെന്റിനായിരിക്കും. കാരണം ഗവൺമെന്റ് അനുമതി നൽകിയിട്ടാണ് ഇവർ ഷെയർ മേടിച്ചെന്ന് ഓർത്ത് വെച്ചേക്കുക. വിശദമായിട്ട് ഞാൻ പോകുന്നില്ലേ. അതുപോലെ തന്നെ സെൻട്രൽ സംഘം ഒരു പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിച്ചു, ആ പ്രൈമറി സംഘം വൈൻഡപ്പായി പോയി എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ അപ്പക്സ് സംഘത്തിനും ഗവൺമെന്റിനും പോയിട്ട് നമ്മുടെ ഈ സെൻട്രൽ സംഘത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നീ മേടിച്ചുകൊണ്ടാണ് പോയത്, അല്ലെ നീ ഞങ്ങൾക്ക് പൈസ തരണം എന്നൊരു കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അവിടെയും എന്താണ്, സെൻട്രൽ സംഘം ഇവരുടെ അനുമതി മേടിച്ചിട്ടാണ്, ഗവൺമെന്റിന്റെ അനുമതി മേടിച്ചിട്ടല്ലേ പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിച്ച്. അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ അവിടെയും പറ്റില്ലെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, തൽക്കാലം അത്ര നോക്കാം. പിന്നെ 53 പറയുന്നുണ്ട്, വേണ്ട ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സിൽ നമ്മൾ അത് ബാധിക്കും കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൂള് 198. വളരെ പ്രധാനപ്പെട്ട റൂള് 198. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ 198 അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കാം അല്ലേ. സാധാരണ എല്ലാവരും ചെയ്യും, സാറേ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പൊതുവെ എല്ലാവരും സ്കിപ്പ് അടിക്കുന്ന ഒരു ഭാഗമാണ് ഈ റൂള് 198 എന്നൊക്കെ പറയുന്നത് അല്ലേ. എല്ലാവരും പൊതുവെ എന്താണ്, സ്കിപ്പ് അടിക്കും. കാരണം ആർക്കും അത്ര വലിയൊരു താല്പര്യമില്ലാതെ, പഠിക്കാനാണേലും പഠിപ്പിക്കാനാണെങ്കിലും വലിയ താല്പര്യമില്ലാത്ത ഒരു ഭാഗമാണ് ഈ റൂള് 198 എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് റൂൾ 198 ഒന്ന് പഠിച്ചിട്ട് പോകാം. കാരണം അവിടെ നിന്ന് 1-2 തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1-2 തവണ റൂൾ 198 ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂൾ 198 പെട്ടെന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. കുറെ ഉണ്ട് പഠിക്കാൻ, എങ്കിലും നമുക്ക് സ്പീഡിലൊക്കെ എന്താണ് അതൊന്നും നമുക്ക് ഓടിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പൊ എന്താണ് റൂള് 198 അല്ലെ, എന്താണ് റൂള് 198 നോക്കിയാലോ. ഓപ്ഷൻ എ പറഞ്ഞു പ്രൊമോഷൻ, ഓപ്ഷൻ ബി പറഞ്ഞു പ്രൊബേഷൻ, ഓപ്ഷൻ സി പറഞ്ഞു ഡിസിപ്ലിനറി ആക്ഷൻ, ഓപ്ഷൻ ഡി പറഞ്ഞു മെഡിക്കൽ അലവൻസ്. ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് പോകാം കേട്ടോ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. ഇപ്പൊ റൂൾ 198 എന്താണ് ആൻസർ വരുന്നത്, ഡിസിപ്ലിനറി ആക്ഷൻ എന്നാണ്. അതായത് അച്ചടക്ക നടപടി, ഡിസിപ്ലിനറി ആക്ഷൻ. നോക്കാം. ഇപ്പൊ ഇവിടെ പറയുന്ന അച്ചടക്ക നടപടി, നമ്മളൊരു സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു അച്ചടക്കം പാലിക്കണം, ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. നമ്മൾ ഡിസിപ്ലിൻ പാലിക്കണം എന്ന് പറയാം, അച്ചടക്കം പാലിക്കണം. അങ്ങനെ അച്ചടക്കം പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത കോഡ് ഓഫ് കണ്ടക്ട് ആണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഉണ്ട്, നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലേ. കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല, തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു റൂളിനെ കുറിച്ചാണ് നമുക്ക് ഈ റൂള് 198 അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് നടപടിക്രമം,
എന്താണ് നമ്മൾ അവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഡിസിപ്ലിൻ പാലിക്കണം അല്ലെ, അച്ചടക്കം പാലിക്കണം. അങ്ങനെ അച്ചടക്കം പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ അച്ചടക്ക നടപടി എടുക്കും. ഞാൻ എല്ലാം അത്ര വിശദമായിട്ട് പോകുന്നില്ല, ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്ത് പറയുകയാണ്. വിശദമായിട്ട് പോകണമെങ്കിൽ നമുക്ക് 1/4 മണിക്കൂർ തന്നെ വേണം, മിനിമം 1 മണിക്കൂർ തന്നെ വേണം. ഇത് പറഞ്ഞത് നമ്മൾ മനസ്സിലേക്ക് വരും എന്നാണ്, നമുക്കതൊന്ന് ഗ്രഹിക്കാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, നമുക്കെതിരെ ഒരു ജീവനക്കാരനെതിരെ എന്താണ് 8 തരം അച്ചടക്ക നടപടികൾ സ്വീകരിക്കാം. അത് ഓർത്തേക്ക്. എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ 8 തരം അച്ചടക്ക നടപടികൾ ഇവിടെ നമുക്കെതിരെ സ്വീകരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് സെൻഷ്വർ. സെൻഷ്വർ എന്ന് പറഞ്ഞാൽ ശ്വാസിക്കുക, വിളിച്ച് വഴക്ക് പറയടാ, നിങ്ങൾ ഇത് ശരിയായില്ല, പ്രോപ്പറായിട്ട് ചെയ്യണം. സെൻഷ്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻഷ്വർ ശാസനയാണ്. ഒന്നാമത്തെ അച്ചടക്ക നടപടി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ സെൻഷ്വർ. വലിയ സീനൊന്നുമില്ല, വിളിച്ച് നമ്മളെ വഴക്ക് പറഞ്ഞു വിടുകയുള്ളൂ, ശാസിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്താണ് ചെയ്തത് നമ്മളോട് ചോദിക്കാം, ശാസനയാണ്. രണ്ടാമത്തെ പറയുക ഫൈനാണ്, പെനാൽറ്റി അല്ലേ, ഫൈൻ ഈടാക്കാം. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഫൈൻ എല്ലാവരും അടയ്ക്കേണ്ട കാര്യമില്ല. അത് ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ ലാസ്റ്റ് ഗ്രേഡ് പിയൂൺ അറ്റൻഡർ ഒക്കെ പോലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫൈൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? സെൻഷ്വർ, ശാസനയാണ്. രണ്ടാമത്തെ ഫൈനാണ്. മൂന്നാമത്തെയാണ് വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്റ്റ്. വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ്, നമ്മുടെ ഇൻക്രിമെന്റ് തടയാം. എന്ത് തടയാം? നമ്മുടെ ഇൻക്രിമെന്റ് കേട്ടോ, ഇൻക്രിമെന്റ് തടയാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ സാലറി ഉണ്ട്, നമുക്ക് ഇൻക്രിമെന്റ് ഓരോ വർഷം കൂടി ഇൻക്രിമെന്റ് കിട്ടില്ലേ, ആ ഇൻക്രിമെന്റ് വേണമെങ്കിൽ തടഞ്ഞു വെക്കാം. ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് തടയാം, അല്ലാതെ വിത്ത് ഓർ വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താണ് കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവിടെ തടഞ്ഞു വെക്കാൻ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒന്നാമതെന്ന് നോക്കിയാൽ ഫൈൻ, സെൻഷർ, ഫൈന്, വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ്. അടുത്തതാണ് വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ, നമ്മുടെ പ്രൊമോഷൻ തടയാം. ഓക്കെ, നമുക്കറിയാം ഇവിടെ ജൂനിയർ ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ സീനിയർ ക്ലർക്കാവുന്നു, അക്കൗണ്ടന്റ് ആവുന്നു, ബ്രാഞ്ച് മാനേജർ ആവുന്നു, അങ്ങനെ പോലെ ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി, നമുക്ക് നല്ലൊരു കരിയർ അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വലിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ പ്രൊമോഷൻ വരെ അവർക്ക് തടയാം, വിത്ത് ഹോൾഡ് ചെയ്യാം അല്ലേ, വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ. പിന്നെ പറയുന്നതാണ് അടുത്ത എത്ര നാല് സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റ്, വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ. അടുത്തതാണ് എന്താണ്, റിക്കവറി ഫ്രം പേ ഓഫ് ദ ഹോൾ ഓർ പാർട്ട് ഓഫ് എനി പെക്യുനറി ലോസ് കോസ്റ്റ് ടു ദ സൊസൈറ്റി മൈ നെഗ്ലിജൻസ് ഓർ ബ്രീച്ച് ഓഫ് ഓർഡേഴ്സ് ഓർ അതർവൈസ്. നമ്മളെന്തെങ്കിലും പ്രവർത്തനം മൂലം സംഘത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പിടിക്കാം അല്ലേ. റിക്കവറി ഫ്രം പേ ഓഫ് ദ ഹോൾ ഓർ പാർട്ട്, അതായത് ഹോൾ ഓർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ പ്രവർത്തനം മൂലം 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ നമുക്ക് സംഘത്തിന് നഷ്ടം വന്നെങ്കിൽ ഇവന്റെ ശമ്പളത്തിൽ നിന്ന് പൂർണ്ണമായിട്ട്, അതായത് ഒട്ടും ശമ്പളം കൊടുക്കാതിരിക്കുക. 50,000 രൂപ ശമ്പളം എന്ന് വിചാരിക്കുക, ഒന്നെങ്കിൽ 50,000 കൊടുക്കാതെ 10 മാസം പണിയിപ്പിക്കാം 5 ലക്ഷം വരെ, അല്ലെങ്കിൽ എന്താണ് കുറേശ്ശെ 50,000 25,000, അതായത് ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ശിക്ഷാ നടപടിയാണ് റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്, തരം താഴ്ത്താം. ഇപ്പം സീനിയർ ക്ലർക്കുള്ള വ്യക്തിയാണെങ്കിൽ ജൂനിയർ ക്ലർക്കിലേക്ക് ആക്കാം, ജൂനിയർ ആണെങ്കിൽ അറ്റൻഡർ ആകാം, അറ്റൻഡർ ആണെങ്കിൽ പിയൂൺ ആകാം, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ബ്രാഞ്ച്, അങ്ങനെ ആ ഒരു തരം താഴ്ത്താമെന്ന് പറയുന്ന ഒരു ശിക്ഷാ നടപടിയുണ്ട്. പിന്നെ കമ്പൾസറി റിട്ടയർമെന്റ്, നിർബന്ധിച്ച് അവനെ കൊണ്ട് റിട്ടയർ ചെയ്യിപ്പിക്കാം അല്ലെ, കമ്പൾസറി റിട്ടയർമെന്റ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ശിക്ഷാ നടപടി എന്താണ്? ഡിസ്മിസ് ചെയ്യുക, പിരിച്ചുവിടാം, ഡിസ്മിസൽ ഫ്രം സർവീസ്. അങ്ങനെ മനസ്സിലാക്കുക, 8 രീതിയിലാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടി ഏറ്റവും അവസാനം കമ്പൾസറി ആയിട്ട് ഡിസ്മിസ് ചെയ്യുക. അതിന് മുൻപായിട്ട് എന്ത് ചെയ്യുക? ഏറ്റവും ആദ്യം ശാസിക്കുക. രണ്ടാമത് ഒരു ഫൈൻ നൽകുക. മൂന്നാമത് എന്താണ്? നമ്മുടെ ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുക. നാലാമത് എന്താണ്? പ്രൊമോഷൻ തടഞ്ഞു വെക്കുക. അഞ്ചാമതായിട്ട് എന്താണ്? ശമ്പളം കട്ട് ചെയ്യുക. ആറാമത് എന്താണ്? തൊട്ട് താഴെ തരം താഴ്ത്തണം. ഏഴാമത് എന്താണ്? കമ്പൾസറി ആയിട്ട് റിട്ടയർ ചെയ്യിക്കാം. എട്ടാമത് എന്താണ്? നമ്മുടെ ആ ഒരു സർവീസിൽ നിന്ന് നമ്മൾ പിരിച്ചുകൂടാം. അപ്പൊ ഇത്ര 8 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട്, നോ കൈൻഡ് ഓഫ് പണിഷ്മെന്റ് ഷാൾ ബി അവോർഡഡ് ടു ആൻ എംപ്ലോയി അൺലെസ് ഹി ഹാസ് ബീൻ ഇൻഫോംഡ് ഇൻ റൈറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഓൺ വിച്ച് ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ്. എന്തുകൊണ്ടാണ് ഇവനെ പിരിച്ചുവിടേണ്ടതെന്ന് നമ്മൾ രേഖാമൂലം ആ വ്യക്തിക്ക് എഴുതി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശിക്ഷാ നടപടി എടുക്കുന്നതെന്ന് രേഖാമൂലം എഴുതി അവനെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിലേക്കൊന്നും നമുക്ക് വിശദമായിട്ട് പോകണ്ട. പിന്നെ പറയുന്നുണ്ട് എന്ത് ചെയ്യാം, ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ രൂപീകരിക്കാം. സംഘത്തിന്റെ കമ്മിറ്റിക്ക് ആ കമ്മിറ്റിയിൽ നിന്നും ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ വേണമെങ്കിൽ, കാരണം ഒരാൾക്ക് ഒരു അന്വേഷണം വരികയാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു അഭ്യൂഹം വരികയാണെങ്കിൽ സംഘത്തിന്റെ കമ്മിറ്റിയിൽ നിന്ന് എന്താണ്, സംഘത്തിന്റെ കമ്മിറ്റിക്ക് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ, അതായത് 15 അംഗ കമ്മിറ്റിയാണ് സംഘത്തിന് വിചാരിക്കുക, അതിൽ നിന്നൊരു 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി രൂപീകരിക്കാം. ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് മോർ ദാൻ 3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, 3-ൽ കൂടാൻ പാടില്ല. കമ്മിറ്റിയിൽ 15 പേര് അല്ലെ 11 പേര് 13 പേരാണെങ്കിൽ അവരിൽ നിന്ന് തന്നെയാണ്, നിലവിലുള്ള കമ്മിറ്റിക്കാരിൽ നിന്നാണ് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുന്നത്. ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയുടെ സ്ട്രെങ്ത് നോട്ട് മോർ ദാൻ 3, 3-ൽ കൂടാൻ പാടില്ല എന്നോർത്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ പറഞ്ഞു, ഡിസിപ്ലിനറി സബ് കമ്മിറ്റിക്ക് സ്വമേധയാ വേണമെങ്കിൽ ഇവർക്ക് തന്നെ അന്വേഷിക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയെ വെച്ചാണെങ്കിലും ഈ വ്യക്തിക്ക് ഇതിനെ അന്വേഷിക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക.
ഓക്കെ, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ അവിടെ ആർക്കാണ് കോമ്പീറ്റന്റ് അതോറിറ്റി, അവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 8 ടൈപ്പ് ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ A2CA ഒരു വിഭാഗമായിട്ട്, അതായത് സെൻഷർ ഓഫ് ഫൈൻ വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെന്റിനെ ഒരു പാർട്ടായിട്ടും ബാക്കിയുള്ള സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. A2C D2H എന്ന് പറയുക. അപ്പോൾ ഇവിടെ അതിലേക്ക് വിശദമായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് 8 ടൈപ്പ് ശിക്ഷാ നടപടികളുണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഇതിനെപ്പറ്റി വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, 8 ടൈപ്പ് ശിക്ഷാ നടപടികളുണ്ട്. 2ആയിട്ടാണ് അതിനെ തരംതി. A2C ഒരു സെക്ഷനും D2H രണ്ടാമത്തെ സെക്ഷനും. ഇതിൽ സീനിയർ ക്ലർക്കിന്റെ സാലറി വാങ്ങുന്ന വ്യക്തി മുതൽ മുകളിലേക്കുള്ള ആൾക്കാർക്ക് A2C പണിഷ്മെന്റും D2H പണിഷ്മെന്റും കൊടുക്കുന്നത് യോജിച്ചിട്ടുണ്ട് അല്ലേ. അതായത് സീനിയർ ക്ലർക്ക് സാലറി വാങ്ങുന്ന ജീവനക്കാരൻ മുതൽ മുകളിലേക്ക് വരുന്ന ജീവനക്കാർക്ക് ഈ A2C എന്ന് പറയുന്ന പണിഷ്മെന്റ് കൊടുക്കുന്നത് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. സീനിയർ ക്ലർക്കിന്റെ ശമ്പളം വാങ്ങുന്ന, റാങ്ക് അല്ല, സീനിയർ ക്ലർക്കിന്റെ സാലറി മേടിക്കുന്ന വ്യക്തി മുതൽ മുകളിലേക്കുള്ള ആൾക്കാർക്ക് ഈ A2C പണിഷ്മെന്റ് കൊടുക്കുന്നത് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ. D2H നൽകുന്നത് സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ശിക്ഷ നൽകുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. മറ്റേ ജീവനക്കാർക്കാണെങ്കിൽ, അതായത് അതിന് താഴെത്തട്ടിലേക്കുള്ള അല്ലെ ജൂനിയർ ക്ലർക്ക്, അതായത് സീനിയർ ക്ലർക്കിന്റെ സാലറി മേടിക്കാതെ അതിന് താഴെത്തട്ടിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടി A2C പണിഷ്മെന്റ് കൊടുക്കുന്ന സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ മറ്റേ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കാം. D2H നൽകുന്ന പ്രസിഡന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുന്ന ക്ലിയർ ആയിട്ട് കേട്ടിരിക്കുക. പിന്നെ ഇവർ അപ്പീലിംഗ് അതോറിറ്റി ഉണ്ട്. A2C എന്ന് പറയുന്ന ഒരു ശിക്ഷാ നടപടി നൽകിയാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കേണ്ടത്, സീനിയർ ക്ലർക്കിന്റെ സാലറി മേടിക്കുന്നവർ മുതൽ മുകളിലേക്കുള്ളവർ അപ്പീൽ നൽകേണ്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റിനും. D2H വരുന്ന ശിക്ഷാ നടപടികൾക്കെതിരെ അപ്പീൽ കൊടുക്കുന്ന ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സെക്രട്ടറി A2Cക്കാർക്ക് സീനിയർ ക്ലർക്കിന് ശമ്പളം മേടിക്കാത്തവർക്ക് A2C പണിഷ്മെന്റ് കൊടുക്കുന്ന സെക്രട്ടറി ആണെങ്കിൽ അതിനെതിരെ അപ്പീലും കൊണ്ട് പോകുന്നത് പ്രസിഡന്റ് അടുത്തും. ഇനി D2H പ്രസിഡന്റ് നൽകിയാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റോ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ജസ്റ്റ് ഓർത്താൽ മതി, നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അപ്പീല് റൂൾ 198 പ്രകാരം ഒരു ശിക്ഷാ നടപടി വന്നാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കേണ്ട കാലാവധി എത്ര നാളുകൾക്കാകുമായിട്ട് അപ്പീൽ കൊടുക്കണമെന്ന് ചോദിച്ചാൽ വിതിൻ എ പീരീഡ് ഓഫ് 3 months 3 മാസത്തിനകമായിട്ട് അവിടെ അപ്പീൽ നൽകണം. എന്താണ് 3 മാസത്തിനകമായിട്ട് അവിടെ അപ്പീൽ നൽകണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പിന്നെ ചോദിക്കാം, സസ്പെൻഷൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ആണോ? ഒരിക്കലുമല്ല കേട്ടോ. സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയല്ല. കാരണം അവൻ തെറ്റ് ചെയ്തോ ഇല്ലയെന്ന് ഉറപ്പായിട്ടില്ല. അപ്പോൾ അവനൊന്ന് അന്വേഷണ വിധേയമായി മാറ്റി നോക്കുക. കാരണം തെറ്റ് ചെയ്തവനാണെങ്കിൽ അവൻ അവിടെ വീണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ തെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റ് മറയ്ക്കാം അല്ലേ. അതുകൊണ്ട് ആ ഒരു സംശയം നെല്ലിൽ നിൽക്കുന്നതുകൊണ്ടാണ് സസ്പെൻഷൻ നൽകുന്നത്. സസ്പെൻഷൻ ഒരിക്കലും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അല്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം പഠിച്ചാൽ മതി റൂൾ 198 ശിക്ഷാ നടപടികൾ. പിന്നെ ഞാൻ പറഞ്ഞു അപ്പീൽ കൊടുക്കണം, 3 മാസത്തിനകമായിട്ട് കൊടുക്കണം. പിന്നെ മനസ്സിലാക്കണം അപ്പീൽ അതോറിറ്റീസിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കുക. പിന്നെ 8 ടൈപ്പ് ശിക്ഷാ നടപടികളുണ്ട്. ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിക്ക് നേരിട്ട് അന്വേഷിക്കാം, മറ്റൊരു ഏജൻസിയെ എക്സ്റ്റേണൽ ഏജൻസിയെ വെച്ചാണെന്ന് അന്വേഷിപ്പിക്കാമെന്നൊക്കെ ഇടയൊന്ന് ഓർത്ത് വെച്ചേക്കുക. കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സർട്ടൻ അസറ്റ് ഡീൽസ് ഇൻ. ഫസ്റ്റ് ചാർജ്, സംഘത്തിന് ചില കാര്യങ്ങൾ ഫസ്റ്റ് ചാർജ് കിട്ടുന്നുണ്ട് അല്ലെ. ആദ്യ അവകാശം എന്നാണ് ഫസ്റ്റ് ചാർജ് എന്ന് പറയുക അല്ലെ. ഇത് പ്രിവിലേജസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങൾക്ക് ചില പ്രിവിലേജുകളുണ്ട്. ഈ പ്രിവിലേജുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ 35 മുതൽ 41 വരെയാണ് പ്രിവിലേജ് പറയുക. 42 മുതൽ എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഓർക്കുന്നുണ്ടോ? 42 മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചാണ്? സ്റ്റേറ്റ് എയ്ഡ് ആണ് കേട്ടോ. അപ്പം സെക്ഷൻ 35 ഫസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ആദ്യ അവകാശം. ഇവിടെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ് ഞാൻ പറയാം. നമ്മളെല്ലാവരും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടാണ്. അതിൻ്റെ അത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ആ പശുവിനെ നമ്മുടെ ദിലീപ് എല്ലാം കൂടി ജപ്തി ചെയ്യാൻ പോകത്തില്ല. അതായത് സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ എന്ത് കാര്യം മേടിച്ചില്ല, ഇപ്പോൾ ഒരു പശുവിനെ മേടിച്ചു, കുറെ കാലിത്തീറ്റ മേടിച്ചു, അല്ലെങ്കിൽ എന്തും സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ കൃഷി ചെയ്തു. അങ്ങനെ കൃഷി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പശുവിനെ തന്നെ പറയാം, എളുപ്പമല്ലേ. ഒരു പശുവിനെ നമ്മൾ ലോൺ എടുത്ത് മേടിച്ചു. ഞാൻ ഒരു സംഘത്തിൽ നിന്ന്, എനിക്കിഷ്ടമാണ് കേട്ടോ, പശു നല്ലതാണ്. പശുവിനെ വളർത്താനൊക്കെ വലിയ ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ നേരെ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം നൽകുന്ന ഒരു ഒരു ബിസിനസ്സാണ്. ബിസിനസ്സായിട്ട് കാണാതിരിക്കുക, അതൊരു രസമാണ്. പശു, ആടെന്നൊക്കെ പറഞ്ഞു, മുയൽ, പശുവിനെ, എനിക്ക് പശുവുണ്ട് കേട്ടോ, എനിക്ക് വീട്ടിൽ പശുവാണ്.
അപ്പോൾ ഞാൻ പശുവിനെ വളർത്താൻ വേണ്ടി എന്ത് ചെയ്യണം, സംഘത്തിൽ നിന്ന് ലോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഒരു 50, ഫോർ എക്സാമ്പിൾ എനിക്ക് ലോണുണ്ട്, പശുവിൻ്റെ ലോണുണ്ട്, പശുവിനെ വളർത്താൻ വേണ്ടി എനിക്ക് ലോണുണ്ട്, 50,000 രൂപയുടെ ലോണുണ്ട്. പശു ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ പശു ലോൺ ഞാൻ എടുത്തു അല്ലേ, 50,000 രൂപ ഞാൻ പശു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ അടച്ച് തീർക്കുന്നത് വരെ ഈ പശുവിലുള്ള അവകാശം, എന്നേക്കാൾ കൂടുതൽ അവകാശം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സംഘത്തിനാണ്. ഫസ്റ്റ് ചാർജ് എന്നാ പറയാ, ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി. അപ്പം എന്നേക്കാൾ കൂടുതൽ അവകാശം ഈ ലോൺ അടച്ച് തീർപ്പം, എനിക്കൊരു പശുവുണ്ട്, എൻ്റെ പശുവിൻ്റെ ലോൺ ഞാൻ അടച്ച് തീർക്കുന്നത് വരെ അല്ലേ, ലോൺ അടച്ച് തീർക്കുന്നത് വരെ ഈ എൻ്റെ പശുവിനുള്ള അധികാരം ആ സംഘത്തിനാണ്. ഞാൻ ലോൺ എടുത്തിട്ടുള്ള ഒരു സംഘത്തിന് ലോൺ എടുത്താണ് മേടിച്ചത്. 50,000 രൂപ ഞാൻ ലോൺ എടുത്തു. അങ്ങനെയാണ് ഞാൻ പശുവിനെ മേടിച്ചത്. 50,000 ഒന്നുമല്ല പശുവിന് അതിൽ കൂടുതൽ വിലയാകുമെങ്കിലും 50,000 രൂപ ലോൺ എടുത്താണ് ഞാൻ പശുവിനെ മേടിച്ചത്. അപ്പം എന്താണ്, എൻ്റെ പശുവിൻ്റെ ആ ഒരു ലോൺ അടച്ച് തീർക്കുന്നത് വരെ പശുവിലുള്ള അധികാരം, എന്നേക്കാൾ കൂടുതൽ അധികാരം ആ സൊസൈറ്റിക്കാണെന്ന് ഓർത്തു. ഇതിനെയാണ് ഫസ്റ്റ് ചാർജ്. അങ്ങനെ എന്തിനും പറയുന്നുണ്ട്. എന്താണ്, ക്യാറ്റിലായിക്കോട്ടെ, ഫോർഡർ ഫോർ ക്യാറ്റിലായിക്കോട്ടെ, ക്യാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലിൽ, ഫോർഡർ ഫോർ ക്യാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലി തീറ്റ, അതായിക്കോട്ടെ. ഞാൻ എന്ത് ലോൺ എടുത്ത് മേടിച്ചാലും, സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത് എന്ത് മേടിച്ചാലും അതിനുള്ള അവകാശം ആ സംഘത്തിനായിരിക്കും. ഫസ്റ്റ് ചാർജ് ഞാൻ ആ ലോൺ അടച്ച് തീർക്കുന്നത് വരെ എന്നേക്കാൾ കൂടുതൽ അവകാശം ആ സംഘത്തിന്. അപ്പോൾ നമ്മളൊരു സംശയമുണ്ട്, പശുവിൻ്റെ പാലല്ലേ, അതിൻ്റെ അധികാരം ആർക്കെന്ന് വെച്ചാൽ അത് സംഘത്തിനാണ്. സംഘത്തിന്റെ അനുമതിയോട് മാത്രമേ മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റൂ എന്നൊക്കെയാണ് നിയമം പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൃഷി ചെയ്തു, സംഘത്തിൽ നിന്ന് ലോൺ എടുത്തതിനും ക്രോപ്സ് കൃഷി ചെയ്തു, ആ ക്രോപ്സിലുള്ള ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ആ സംഘത്തിനായിരിക്കും. സംഘത്തിന്റെ അനുമതിയോട് മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് പറയുക. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 35 ആണ്. സെക്ഷൻ 34 കുറിച്ച് പറഞ്ഞു, സെക്ഷൻ 35, 36, 37. സെക്ഷൻ 35 ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 35 വകുപ്പ് 35 ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സർട്ടൻ കേസസ് എന്ന് ഓർത്ത് വെച്ചേക്ക്. അപ്പൊ ഒത്തിരി ഉണ്ട്. ഇപ്പം 36A പിന്നെ ആ ഒരു ഭാഗത്ത്, ആ ചാപ്റ്ററാണ് ഗഹാനെ കുറിച്ചൊക്കെ പറയുക. ഇവിടെ പ്രിവിലേജസിനെ കുറിച്ച്, സംഘത്തിന് കിട്ടുന്ന പ്രിവിലേജ്, ഒരു സംഘത്തിന് പ്രിവിലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ സംഘം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. ഓർത്ത് വെച്ചു കേട്ടോ. സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ പ്രിവിലേജ് കിട്ടുകയുള്ളൂ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ കുറച്ചാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം നോക്കി പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റഡ് വിതിൻ എ പീരീഡ് ഓഫ്. ഇൻക്വയറിയെ കുറിച്ചാണ് പറയുക. എന്താണ് ഇൻക്വയറി? ഇപ്പൊ നമ്മൾ ചോദിക്കും, സാറേ എൻക്വയറി അല്ലെ, നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് എൻക്വയറി എന്നും കേൾക്കാറുണ്ട്, ആ ഇൻക്വയറി എന്നും കേൾക്കാറുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ ഇവ രണ്ടും ഒന്നായി തോന്നുമെങ്കിലും അല്ലെ, പ്രഥമ ദൃഷ്ടിയാൽ ഇൻക്വയറിയും ഒന്നാണ് തോന്നുമെങ്കിലും ഇത് ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ സഹകരണ മേഖല വരുമ്പോൾ ഇൻക്വയറിയും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇൻക്വയറി എന്ന് പറഞ്ഞാലും എൻക്വയറി എന്ന് പറഞ്ഞാലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ICU എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ന റൂം എവിടെയാണ്, ഇന്ന പേഷ്യൻ്റ് ഏത് റൂമിലാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ എൻക്വയറി കൗണ്ടില്ല, ഇന്ന ട്രെയിൻ പോയോ, എനിക്ക് അടുത്ത ട്രെയിൻ എപ്പോഴാണ് അല്ലേ. അപ്പം ഇതിനൊക്കെ പറയുന്നത് എൻക്വയറിയാ, അല്ല അവിടെയൊക്കെ INQUIR. ജസ്റ്റ് ദാറ്റ് മീൻസ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട്, സാറേ ഇന്ന റൂം എവിടെയാണ്, അല്ലെ ICU ഇന്ന ഡോക്ടർ ഈ ദിവസം അവൈലബിൾ ആണോ, ഒരു ക്വസ്റ്റ്യൻ. അവർ ഉത്തരം പറയുന്നു, യെസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അല്ല, ഇന്ന റൂം ഇത്ര ഫ്ലോറിലാണ്, എന്താണ് പറയുക, ട്രെയിൻ പോയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പോയി അല്ലെ പോയില്ല, അടുത്ത ട്രെയിൻ ഇത്ര ടൈമിലാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. ആസ്ക് എ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് എൻക്വയറി, അന്വേഷണം. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്വയറിയെ കുറിച്ചാണ്. ഇൻക്വയറി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ നിരീക്ഷണം എന്നൊക്കെ പറയും, സൂക്ഷ്മ പരിശോധന, അതാണ് പ്രോപ്പർ മലയാളം, സൂക്ഷ്മ പരിശോധന. ദാറ്റ് മീൻസ് ഈസ് എ ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഒരു കള്ളത്തരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ, ഫ്രോഡൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ഇൻക്വയറി, സെക്ഷൻ 65 ഇൻക്വയറി എന്നാണ് പറയുക. അപ്പം നമ്മൾ പഠിക്കേണ്ട സെക്ഷൻ 32 സൂപ്പർ സെക്ഷൻ 65 എൻക്വയറി, അങ്ങനെയൊക്കെയാണ് ആ പഠിക്കുമ്പോൾ തന്നെ. പണ്ട് കാലത്ത് നമ്മൾ സഹകരണ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ അവർ 65 എൻക്വയറി എന്നാണ് പറയുക അല്ലേ, 65 ഇൻക്വയറി എന്നാണ് അവർ പറയുക. അപ്പോൾ ഇൻക്വയറിയുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ 65. അപ്പോൾ ആരാണ് ഇൻക്വയറി നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് ഇൻക്വയറി നടത്തുന്നത്? ഒന്നെങ്കിൽ രജിസ്ട്രാർ, അല്ലെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തി. ദ രജിസ്ട്രാർ മെയ് ഹോൾഡ് ആൻ ഇൻക്വയറി ബൈ ഹിംസെൽഫ് ഓർ ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ്. ഒന്നെങ്കിൽ രജിസ്ട്രാർ, അല്ലെങ്കിൽ രജിസ്ട്രാർ രേഖാമൂലം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരാളെ കൊണ്ട് ഇൻക്വയറി നടത്തിപ്പിക്കാൻ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതിലേക്കൊന്ന് വിശദമായിട്ട് ഞാൻ പോകുന്ന സെക്ഷൻ 65 കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. സ്വമേധയാ നടത്താം, അല്ലെങ്കിൽ DCAയുടെ റിപ്പോർട്ടിന്മേൽ നടത്താം, അല്ലെങ്കിൽ സംഘത്തിലെ കമ്മിറ്റിയുടെ മജോറിറ്റി ഓഫ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഡീറ്റെയിൽ ക്ലാസ് അല്ല നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ചോദ്യം, എൻക്വയറി എത്ര നാളുകൾക്കകമായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുക. എത്ര നാളുകൾക്കകമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം? കാരണം നേരത്തെ
അമെൻമെന്റിന് മുൻപ് വേറൊരു കാര്യമായിരുന്നു, നിങ്ങളെല്ലാം അമെൻമെന്റിന് മുൻപ് പഠിച്ചവരായിരിക്കും അല്ലേ. ഇപ്പൊ സെക്ഷൻ 65 സബ്സെക്ഷൻ 5 അതിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്നത്. ഓപ്ഷൻ നോക്കിയേ, 3 മാസം, ഓപ്ഷൻ ബി 4 മാസം, ഓപ്ഷൻ സി 5 മാസം, ഓപ്ഷൻ ഡി 6 മാസം. 3, 4, 5, 6 കേൾക്കാൻ തന്നെ എന്ത് രസം. 3, 4, 5, 6 ഇപ്പൊ എത്ര നാളാണ്? ദ എൻക്വയറി അണ്ടർ ദി സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 4 months. നേരത്തെ 6 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 4 മാസം കേട്ടോ. എത്രയാണ്? 4 മാസം കേട്ടോ, 4 മാസം. ദ എൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 4 months എന്ന് ഓർത്ത് വെച്ച്. പിന്നെ വേണമെങ്കിൽ ഈ കാലാവധി നീട്ടി നൽകാം, അതും പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് നമ്മുടെ സെക്ഷനിൽ പറഞ്ഞിങ്ങനെയാണ്, ദ എൻക്വയറി അണ്ടർ ദി സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 4 months. 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. വിച്ച് പീരീഡ് മേ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന് തോന്നുകയാണെങ്കിൽ കാര്യകാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഇത് നമുക്ക് നീട്ടി നൽകാം അല്ലേ. ഷാൽ ബി എക്സ്റ്റെൻഡ് ഫ്രം ടൈം ടു ടൈം, സമയങ്ങളിൽ നീട്ടി നൽകാം. പക്ഷെ എത്രയാണെങ്കിലും അഗ്രിഗേറ്റ് 1 year കൂടാൻ പാടില്ല. അഗ്രിഗേറ്റ് വരുന്നത് 1 year കൂടാൻ പാടില്ല എന്ന് ഓർത്തു. എൻക്വയറി എന്ന് പറയുന്നത് 4 മാസത്തിനോട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ വേണമെങ്കിൽ രജിസ്ട്രാറിന് കാര്യകാരണങ്ങളുണ്ടെങ്കിൽ രേഖാമൂലം അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്താണ് അത് വേണമെങ്കിൽ നീട്ടി നൽകാം. പക്ഷെ അഗ്രിഗേറ്റ് പീരീഡ് 1 year കൂടാൻ പാടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സെക്ഷൻ 66 ആണ് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, സൂപ്പർവിഷൻ ഇൻക്ലൂഡ്സ് അല്ലേ ഇൻസ്പെക്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൂപ്പർസെഷൻ അണ്ടർ ദി സബ്സെക്ഷൻ മേ ഇൻക്ലൂഡ് ഇൻസ്പെക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്നൊരു PYQ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. സൂപ്പർവിഷനിൽ ഇൻസ്പെക്ഷനും കൂടെ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേടെ? വലിയ സീനൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തവിടെ എന്താണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഡീൽസിനും കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ അല്ലെ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഡീൽസിന് എവിടെയാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ സെക്ഷൻ 68A, സെക്ഷൻ 69A, സെക്ഷൻ 70A, സെക്ഷൻ 80A. ഇതെല്ലാം ഏതാണ്? ഓംബുഡ്സ്മാനെ കുറിച്ച് പറഞ്ഞ 69 കേട്ടോ. 69A ഓംബുഡ്സ്മാൻ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത് നാളെ 69A എന്ന് ഓർത്തുക. 69A എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ ചോദിക്കാം. പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പരസ്യപ്പെടുത്തിക്കൊണ്ട് എന്നാണ് ഗവൺമെന്റ് ഒരു സ്കീം രൂപീകരിക്കുന്നുണ്ട്. ആ സ്കീമിന്റെ പേരാണ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. അവിടെ രൂപീകരിക്കുകയാണ് 69A പ്രകാരം ഗവൺമെന്റ് ആണ് കേട്ടോ. പിന്നെ പറയുന്നത് വിത്ത് ഒബ്ജക്ട് ഓഫ് എനേബിളിംഗ് റിഡ്രസ് ഓഫ് കംപ്ലൈൻസുകൾ കേൾക്കാൻ വേണ്ടിയാണ് അല്ലേ. പിന്നെ പറയുന്നുണ്ട് ഗവൺമെന്റിന് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാം. അത് നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് മേ അപ്പോയിന്റ് 1 or more person, ഒന്നെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഓംബുഡ്സ്മാനോട് അപ്പോയിന്റ് ചെയ്യുന്ന പറയുന്നുണ്ട്. ഒരാളാണെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നും, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് അവിടെ ആ ഒരു പദവിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ ഓംബുഡ്സ്മെൻ എന്ന് പറയും. ഒരാളാണെങ്കിൽ മാൻ ഓംബുഡ്സ്മാൻ, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഓംബുഡ്സ്മെൻ. പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പിന്നെ ഓർത്ത് വെച്ചേക്കുക കുറെ കാലാവധി. ദ ടൈം ഓഫ് ഓഫീസ് ഓഫ് ദ ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മെൻ, ഓംബുഡ്സ്മാൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓംബുഡ്സ്മെൻ, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഓംബുഡ്സ്മെൻ എന്നും, ഒരാളാണെങ്കിൽ ഓംബുഡ്സ്മാനും. ഇവിടെ കാലാവധി പറയുന്നുണ്ട് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻ്ററിങ് ഓഫീസ് അല്ലെ. ഓഫീസിൽ എൻ്റർ ചെയ്ത് 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഓർ അറ്റൈനിങ് ഏജ് ഓഫ് 65 വിച്ച് എവർ ഈസ് ഏതാണോ ആദ്യം കേട്ടോ. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് എന്താണ് ദ ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ്. ഓംബുഡ്സ്മാൻ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ ആരുടെ നിയന്ത്രണത്തിലാണ് ഓംബുഡ്സ്മാൻ? ഗവൺമെന്റ്. സോ എന്താണ് ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് നമ്മുടെ സ്കീമിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കീമിൽ പറയുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കി. പിന്നെ യോഗ്യത പറയുന്നുണ്ട് ദ ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മാൻ ഷാൾ ബി എ പേഴ്സൺ ഓർ പേഴ്സൺസ്. ഒരാളാണെങ്കിൽ ഓംബുഡ്സ്മാൻ, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഓംബുഡ്സ്മാൻ അല്ലേ. ഓംബുഡ്സ്മാൻ ഓർ ഓംബുഡ്സ്മാൻ ഷാൾ ബി persons or person having a minimum of 10 years of bar practice. മിനിമം 10 വർഷം ബാർ പ്രാക്ടീസ് എന്ന് ഓർത്തോണം. മിനിമം 10 years ഓഫ് ബാർ പ്രാക്ടീസ് ആൻഡ് ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് ഫീൽഡ്. ബാങ്കിങ്ങിലോ കോപ്പറേറ്റീവ് ഫീൽഡിലോ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്താണ് എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തിയായിരിക്കണം. മിനിമം 10 വർഷം പഠിക്കണേ. മിനിമം 10 year എന്തുണ്ടായിരിക്കണം? ബാർ പ്രാക്ടീസ് വേണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി 70A പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് അല്ലേ. ഇനി 68A പറഞ്ഞ എന്താണ്? വിജിലൻസ് ഓഫീസറാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കി മനസ്സിലാക്കി മുൻപോട്ട് പോവുക കേട്ടോ. നമ്മളെപ്പോഴും ഇനി 80A പറഞ്ഞ എന്താണ്? പെൻഷൻ സ്കീമാണ്. അതൊക്കെ ഒന്ന് ഓർത്തേക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ 68, 69, 70, 80 ഇങ്ങനെയൊക്കെ പഠിച്ചോണം കേട്ടോ. എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 70A പറഞ്ഞ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ്, ഗവൺമെൻറ്റാണ്, അതും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. അവരുടെ സാലറിയൊക്കെ ഗവൺമെൻറ് സമയങ്ങൾ ആരുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ.
ഓക്കെ, ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ്, ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ വിതിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെന്റ്. ഓപ്ഷൻ എ 1 year, ഓപ്ഷൻ ബി 2 year, ഓപ്ഷൻ സി 3 year, ഓപ്ഷൻ ഡി 4 year. ഇപ്പൊ ലിക്വിഡേറ്റർ കേട്ടുള്ളൂ അല്ലേ, നല്ല ഒരുപാട് നമ്മൾ കേട്ടുള്ളതാണ്. ലിക്വിഡേഷൻ അല്ലെ വൈൻഡിങ് അപ്പ് ഒക്കെ ആയി ബന്ധപ്പെട്ട ഭാഗത്താണ്. ആ ഒരു ചാപ്റ്ററിലാണ് ലിക്വിഡേറ്ററിനെ കുറിച്ചും ലിക്വിഡേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. KCS ആക്ടിലെ ചാപ്റ്റർ 10 പറയുക. KCS ആക്ടിലെ ചാപ്റ്റർ 10 പറയുക വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളുടെ വൈൻഡിങ് അപ്പിനെ കുറിച്ചും ഡിസൊല്യൂഷനെ കുറിച്ചും പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് പറയുക? ചാപ്റ്റർ 10 പറയുക. സെക്ഷൻ 71 മുതൽ 74, 4 സെക്ഷൻ എത്രയാണ്? 71, 72, 73, 74, 4 സെക്ഷനാണ് പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 71 പറയുന്നത് വൈൻഡിങ് അപ്പ് അല്ലെ. വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാറാണ് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. വിശദമായിട്ട് ഞാൻ പോകുന്നില്ലേ, സമയമില്ല. അടുത്ത സെക്ഷൻ 72 ലിക്വിഡേറ്ററിനെ കുറിച്ചാണ്. ഇങ്ങനെ വൈൻഡിങ് അപ്പിന്റെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നമ്മളിപ്പോഴും ലിക്വിഡേഷൻ എന്ന് പറയല്ലേ, വൈൻഡിങ് അപ്പ് എന്നാണ് അതിന്റെ നിയമപരമായിട്ടുള്ള ടേം കേട്ടോ. എന്താണ് വൈൻഡിങ് അപ്പ് ആണ്. ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ വൈൻഡിങ് അപ്പ് ആ പ്രക്രിയ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അവിടെ ഒരാൾ രജിസ്ട്രാർ, അവിടെ ഒരാൾ എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. ആ വ്യക്തിയുടെ പേരാണ് ലിക്വിഡേറ്റർ. ഓക്കെ, അപ്പൊ എന്താണ് ലിക്വിഡേറ്ററിന്റെ ചുമതല എന്ന് ചോദിച്ചാൽ എന്താണ്? സംഘത്തിന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കുക, സംഘം കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കുക. ഇത്രയേ ഉള്ളൂ. കിട്ടാനുള്ളത് മേടിച്ചെടുക്കുക, കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കുക. ഇതാണ് എന്തെന്ന് പറയുക? അവിടെ ലിക്വിഡേറ്ററിന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 71 പ്രകാരം ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്താൽ സെക്ഷൻ 72 പ്രകാരം ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് കുറെ റൈറ്റുകളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അതാണ് സെക്ഷൻ 73 പറയുന്നത്. പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങളെ കുറിച്ച്, പവറിനെ കുറിച്ചാണ് സെക്ഷൻ 73 പറഞ്ഞത്. 71 വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തു, 72 അവിടെ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തു. ഇനി 73 ലിക്വിഡേറ്ററിന് ചില അധികാരങ്ങളുണ്ട് കേട്ടോ, നമ്മളതൊന്ന് നോക്കണം, കുറച്ചുണ്ട്. അതൊന്ന് വായിച്ച് നോക്കാം, നിങ്ങളുടെ ബുക്കൊക്കെ കാണുമല്ലോ. അപ്പൊ ലിക്വിഡേറ്ററിന്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിലാണ് പറയുന്നത് എന്താണ്? 73 പറയുന്നത് ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ്. ലിക്വിഡേറ്റർ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. എത്ര നാളുകൾക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നേരത്തെ എത്രയാണ്? നേരത്തെ എല്ലാവർക്കും അറിയാം 3 വർഷമായിരുന്നെങ്കിൽ ഇപ്പോൾ 2 year ആണ് കേട്ടോ. ഇപ്പൊ എത്രയാണ്? 2 വർഷമായിട്ട് ചുരുക്കി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് നോക്കിയേ, ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് വിതിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെന്റ്. അപ്പോയിൻമെന്റ് ചെയ്ത് 1 വർഷമാണോ 2 വർഷമാണോ 3 വർഷമാണോ 4 വർഷമാണോ? 1 വർഷമല്ല, നേരത്തെ 3 ആയിരുന്നു, ഇപ്പോൾ 3 അല്ല, 4 അല്ല. ആൻസർ 2 വർഷം എന്ന് ഓർക്കുക. ആൻസർ 2 വർഷം എന്ന് ഓർത്തുക കേട്ടോ. ആൻസർ 2 വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പൊ സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് സൊസൈറ്റി, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. 15 ഒരു ക്യാൻസലേഷൻ പഠിക്കുന്നുണ്ട്. രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ലിക്വിഡേറ്റർ ഹാസ് ബീൻ, അതായത് വൈൻഡിങ് അപ്പ് ഓർഡർ ഇട്ട് കഴിഞ്ഞു, 2 മാസമായിട്ട് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തെങ്കിൽ നമ്മൾ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ റെക്കോർഡ്സുകളൊന്നുമില്ല, റെക്കോർഡ്സുകളൊക്കെ കത്തി നശിച്ചു എന്നുള്ള കാര്യം തോന്നുകയാണെങ്കിലും ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ക്യാൻസൽ ചെയ്യും കേട്ടോ. ഇവിടെ ക്യാൻസൽ ചെയ്യും എന്ന് ഓർത്ത് വെച്ചിട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കി പോവുക, ഓക്കെ. ഇവിടുത്തെ പിന്നെ പറയുന്നുണ്ട് 69 പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളെ കുറിച്ചാണ് 69 പറയുന്നത് കേട്ടോ. ആദ്യം പറയുന്നുണ്ട് ലിക്വിഡേറ്ററിന്റെ അപ്പോയിന്റ്മെന്റ് ഒഫീഷ്യൽ ഗസറ്റ് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ ആണ് റൂള് 69 പറയുന്നത്. പിന്നെ റൂള് 70 പറയുന്നുണ്ട് ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓർഡർ ടു ബി വൈൻഡ് അപ്പ്. ഓക്കെ, അതായത് സംഘം വൈൻഡ് അപ്പ് ചെയ്ത്, ഇതൊരു PYQ, ഞാൻ പറയാൻ പോകുന്ന ഒരു PYQ ആണ്. ഓൾ ദ ബുക്സ് ആൻഡ് റെക്കോർഡ് ഓഫ് എ സൊസൈറ്റി ദ അവെയർ ഓഫ് വിച്ച് ഹാവ് ബീൻ വൗണ്ട് അപ്പ് ഷാൾ ബി റീറ്റെയിൻഡ് ബൈ ദ ലിക്വിഡേറ്റർ ഇൻ ഹിസ് ഓഫീസ്. അതായത് ഒരു സംഘം ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡേറ്റ് ചെയ്ത സംഘത്തിലെ ബുക്സും മറ്റു കാര്യങ്ങളൊക്കെ ആര് സൂക്ഷിക്കണം? ലിക്വിഡേറ്ററിന്റെ ഓഫീസിൽ സൂക്ഷിക്കണം. ലിക്വിഡേറ്ററിന്റെ ഓഫീസിൽ സൂക്ഷിക്കണം. എത്ര നാളത്തേക്ക് സൂക്ഷിക്കണം എന്ന് ചോദിക്കുക? 3 വർഷത്തേക്ക് സൂക്ഷിക്കണം. ക്ലിയർ ആക്കണേ. All the books and records of a society, the affair of which have been wound up, shall be retained by the liquidator in his office. ലിക്വിഡേറ്ററിന്റെ ഓഫീസിൽ ഇത് റീറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം. എത്ര നാളത്തേക്കാണെന്ന് ചോദിച്ചാൽ 3 വർഷം. For a period of 3 years from the date of the report referred to in subsection 3 of section 73. നിങ്ങൾ അത് നോക്കണ്ട, 3 വർഷം സൂക്ഷിക്കണം. 3 വർഷം കഴിയുകയാണെങ്കിൽ എന്താണ്, അത് നശിപ്പിച്ച് കളയാം, ഡെസ്ട്രോയ് ചെയ്ത് കളയാന്ന് പറയുന്നുണ്ട്. എന്താണ്, ആ രജിസ്ട്രാറിന്റെ ഓർഡർ പ്രകാരം ഓൺ ദ എക്സ്പയറി ഓഫ് ദ സെഡ് പീരീഡ് ഓഫ് 3 years the book and records may be restored by the liquidator on taking orders to that effect from രജിസ്ട്രാറുടെ അനുമതിയോടെ അത് നശിപ്പിക്കാമെന്ന് ഓർത്ത് വെച്ച്. ഓക്കെ,
ഇത് ഒന്ന് മനസ്സിലാക്കണേ. ലിക്വിഡേറ്ററിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഒന്ന് നോക്കിയേക്കണം, എല്ലാവരും നോക്കിയിട്ട് പോകണം കേട്ടോ. എല്ലാവരും വളരെ വിശദമായിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്, നമ്മൾ ഈ സെക്ഷൻ 81 മുതലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂണലിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അത് എടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്കെല്ലാം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ പറഞ്ഞു 69 പ്രകാരം ഡിസ്പ്യൂട്ട് വന്നാൽ 70 പ്രകാരം ഒരു വിധി പ്രഖ്യാപിക്കും അല്ലേ. ആ മോണിറ്ററി നോൺ മോണിറ്ററി ഉണ്ട്. അപ്പോൾ അത് പ്രകാരം എന്താണ് രജിസ്ട്രാറോ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോടതിയൊക്കെ ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിനെതിരെ നമ്മൾ അപ്പീൽ പോകുന്ന ട്രിബ്യൂണലിൻ്റെ മുൻപാകെയായിരിക്കും. സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ട്രിബ്യൂണൽ ഒരു സിംഗിൾ മെമ്പർ ആയിരിക്കും, ജില്ലാ ജഡ്ജി റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം, ഗവൺമെൻറ്റാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. സെക്ഷൻ 82 അപ്പീൽ ടു ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ മുൻപാകെ അപ്പീൽ നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 82 അല്ലേ. സെക്ഷൻ 82 ഒരു വിധി വന്ന് എത്ര നാളുകൾക്കായിട്ട് അപ്പീൽ കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര നാളുകൾക്കായിട്ട് അപ്പീൽ കൊടുക്കണോടോ കമൻറ്റ് ചെയ്തേ. എത്ര നാളുകൾക്കായിട്ട് നമ്മൾ ട്രിബ്യൂണലിൻ്റെ മുൻപാകെ അപ്പീൽ കൊടുക്കണം? 60 ദിവസത്തിനകമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ട്രിബ്യൂണലിൻ്റെ മുൻപാകെ അപ്പീൽ നൽകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര നാളുകൾക്ക് അതൊന്ന് ഓർത്ത് നോക്കി, ഞാൻ പഠിപ്പിച്ചാണ് നിങ്ങളെ. അപ്പോൾ സെക്ഷൻ 81 പ്രകാരമാണ് അവിടെ ട്രിബ്യൂണലിലെ അല്ലേ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ്. ട്രിബ്യൂണൽ എന്താണ്? ആ സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് ആ ട്രിബ്യൂണലിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജി റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 82 ട്രിബ്യൂണലിന് മുൻപാകെ അപ്പീൽ സമർപ്പിക്കുന്നു അല്ലേ. അപ്പീൽ സമർപ്പിക്കുന്നു 60 ദിവസത്തിനകമായിട്ട് അപ്പീൽ സമർപ്പിക്കണം കേട്ടോ. എത്ര നാളുകൾക്കകമായിട്ട് അപ്പീൽ സമർപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പീരീഡ് ഓഫ് 60 days ആണ്. 60 ദിവസത്തിനകമായിട്ട് അപ്പീൽ സമർപ്പിക്കണം. ട്രിബ്യൂണലിൻ്റെ മുൻപാകെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ അതിന്മേൽ 6 മാസം, ഇപ്പോൾ ട്രിബ്യൂണൽ ഞാനാണ്, എൻ്റെ മുൻപാകെ ഒരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ ഞാൻ 6 മാസത്തിനകമായിട്ട് അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. 6 മാസത്തിനകമായിട്ട് ഞാൻ അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇരു പാർട്ടികളെയും ഞാൻ എന്നാണോ തീരുമാനം എടുക്കുക, എൻ്റെ മുൻപിൽ 6 മാസമുണ്ട്. 6 മാസമായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു തീരുമാനം എടുത്താൽ മതി. തീരുമാനം എന്നാണോ എടുത്ത് 15 ദിവസത്തിനകമായിട്ട് ഇരു പാർട്ടികളും, ഒരു പ്രതിഭാഗം കാണും വാദിഭാഗം കാണും അല്ലെ, ഇരു പാർട്ടികൾക്കും എൻ്റെ വിധിപ്പകർപ്പ് ഞാൻ നൽകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് 83 അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആണ്. മറ്റ് അധികാരികൾ, ഗവൺമെൻറ് രജിസ്ട്രാർക്ക് തുടങ്ങി മറ്റ് അധികാരികൾക്ക് ചില സാഹചര്യങ്ങൾ നമ്മൾ അപ്പീൽ കൊടുക്കാനുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയാം 69 പ്രകാരമൊക്കെ വരുന്ന അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പീൽ കൊടുക്കുന്ന ട്രിബ്യൂണലിന് മുൻപാകെയാണെങ്കിൽ, അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നത് എവിടെയാണ്? അല്ലാതെ രജിസ്ട്രേഷൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോയുടെ കാര്യത്തിനൊക്കെ അപ്പീലുമായി ബന്ധപ്പെട്ട് പോകുന്നത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രാറിൻ്റെ മുൻപാകെയായിരിക്കും. അവരുടെ മുൻപാകെയാണെങ്കിലും എന്താണ് 60 ദിവസമായിട്ട് തന്നെ അപ്പീൽ നൽകണമെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ 84 ട്രിബ്യൂണലിൻ്റെ റിവിഷനെ കുറിച്ച് പറയുന്നത്. 85 റിവ്യൂ പറയുന്നുണ്ട്. റിവിഷന് സമയപരിധി ഇല്ല. റിവ്യൂ 90 ദിവസമായിട്ട്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണലിൻ്റെ ഓർഡർ ട്രിബ്യൂണൽ വീണ്ടും എന്താണ് അതൊന്ന് റിവ്യൂ ചെയ്യാനാണ് നമ്മൾ ഓർഡർ കൊടുക്കുക. അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ മാത്രമേ റിവ്യൂ പെറ്റീഷൻ അവർ സ്വീകരിക്കുകയുള്ളൂ. 90 ദിവസത്തിനവിടെ നമ്മൾ റിവ്യൂ പെറ്റീഷൻ നമ്മൾ നൽകണം. പിന്നെ 86 ഇടക്കാല ഉത്തരവ്, നീതി സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഇടക്കാല ഉത്തരവിനെ കുറിച്ച് 86 പറയുന്നു. 87 പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റിനും രജിസ്ട്രാറിനും റിവിഷൻ ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 87 പറയുന്നത്. 95 ട്രിബ്യൂണലിന്റെ ഹെഡ് ക്വാർട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കളെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിലേക്കും പോകാത്തത്. നമുക്കൊരു ആഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കണം അല്ലെ. ആക്ട് ആൻഡ് റൂൾസിൻ്റെ ഒക്കെ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം ഇതൊന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, അപ്പം അടുത്തത് ഓഫീസർ ഹു എക്സിക്യൂട്ട് ആണ് അവാർഡ്. ഒരു വിധി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ഓഫീസർ ഹു എക്സിക്യൂട്ട് അവാർഡ് എന്ന് ചോദിച്ചാൽ അത് സെയിൽ ഓഫീസറാണ് കേട്ടോ. അത് സെയിൽ ഓഫീസറാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരാളെ സെയിൽ ഓഫീസറാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെറിയ ഈ ഒരു സെഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല കോൺഫിഡൻറ്റോടെ പോയി എക്സാം എഴുതുക. നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ എത്ര നാളുകളായിട്ട് പഠിക്കുന്നതാണ് അല്ലേ. ഈ ഒരു സുദിനം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അല്ലേ ആ 2 മണിക്കൂർ നമ്മൾ ഏറ്റവും നല്ലതായിട്ടുള്ള, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ 2 മണിക്കൂർ ഉപയോഗിക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക. ഇനി നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. ഈ ദിവസം നമ്മൾ എന്താണ് വലിയൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് പോകരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശുഭാപ്തി വിശ്വാസം, നമ്മൾ കോൺഫിഡൻസും. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര പഠനമായിരിക്കും. അയ്യോ എന്ത് പഠനമാണ്, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മളത് ബാധിക്കരുത്. അപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അയ്യോ ഇവരൊക്കെ എന്ത് പഠനമാണ്, ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമില്ല. നമ്മൾ സ്റ്റഡി ആയിട്ട് പഠിച്ച ആൾക്കാരല്ലേ, നമ്മൾ എന്താണ് കൺസിസ്റ്റൻറ്റോടെ പഠിച്ച ആൾക്കാരല്ലേ അല്ലേ. നമ്മളെല്ലാ കാര്യവും നമുക്ക് അത്യാവശ്യം അറിയാം.
പിന്നെ നമുക്കറിയാം 160 ചോദ്യങ്ങളിൽ ഒരു കാരണവശാലും എന്ത് വേണ്ടടേ 160 ചോദ്യം നമുക്ക് CSE പരീക്ഷയ്ക്ക് 160 ചോദ്യങ്ങളിൽ നമുക്കൊരു 130 എണ്ണം ശരിയാക്കിയാൽ പോലും 65 മാർക്ക് കൊണ്ട് നമുക്ക് ജോലി കിട്ടില്ലേ. 1-2 തെറ്റിപ്പോയെന്നും പറഞ്ഞ് മനസ്സിനെ നിങ്ങൾ അവിടെ ഇരുന്ന് ഡൗൺ ആക്കി പോകണ്ട. അയ്യോ എൻ്റെ ഒരെണ്ണം തെറ്റിപ്പോട്ടെ അതിനല്ലേ 160 ചോദ്യം. നമുക്കൊരു 130 കിട്ടിയാൽ പോരെ, 30 തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാം തെറ്റിച്ച് കളഞ്ഞാൽ കഴിയും. സാറ് പറഞ്ഞു 30 അങ്ങനല്ല, ഒന്ന് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. 1, 2, 3, 4, 10 തെറ്റിപ്പോട്ടെ, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച കാര്യങ്ങൾ അവിടെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുക. നല്ല രീതിയിൽ പഠിച്ച കാര്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ആലോചിച്ച് നോക്കുക. ക്വസ്റ്റ്യനൊക്കെ കേൾക്കുമ്പോൾ ഒരു സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വായിക്കുക. ചില കുട്ടികളുണ്ട് ഒരു സമയത്ത് 4-5 ക്വസ്റ്റ്യൻ ഒരുമിച്ച് മൾട്ടി ആയിട്ട് വായിക്കുക. അത് വേണ്ട, ഒരു സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വായിക്കുക. നല്ല രീതിയിൽ ബ്രീത്തിങ് ഒക്കെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക കേട്ടോ. ഇനിയുള്ള ദിവസമൊക്കെ നല്ല രീതിയിൽ അങ്ങ് പരീക്ഷ എഴുതുക. അപ്പം എല്ലാവർക്കും വിജയിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.